Hello everyone, good morning. Welcome back. നമുക്ക് കുറച്ച് വേർഡ്സ് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. നമുക്ക് വേഗം നമ്മുടെ സെന്റൻസസ് ആൻഡ് വേർഡ്സിലോട്ട് പോവാം. ഉഷാറായിട്ടിരിക്കുന്നല്ലോ അല്ലേ? വീണ്ടും മഴ തുടങ്ങി എല്ലായിടത്തും. എല്ലാവരും സുഖമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് വേർഡ്സ്. അപ്പോൾ ഇന്നലെ ഞാൻ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഓഫാക്കി കഴിഞ്ഞ സമയത്താണ് കേട്ടോ, ഞാൻ സിസ്റ്റം ഓഫാക്കി സ്ട്രീമിംഗ് ഓഫാക്കിയ സമയത്താണ് പ്രിയങ്ക ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം. പ്രിയങ്ക ആണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രിയങ്ക ആണോ ദീപയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ ശ്രദ്ധിച്ചത്. ഇന്നലെ നിങ്ങൾ ചോദിക്കുണ്ടായി, ഞാൻ ഇന്നലെ വേർഡ് പറഞ്ഞില്ലേ, ദാറ്റ്സ് മൈ വേർഡ്, അല്ലെങ്കിൽ ഐ കീപ് മൈ വേർഡ്, ഐ ഗിവ് യു മൈ വേർഡ് എന്നൊക്കെ പറയുന്ന കാര്യം പറഞ്ഞു ഞാൻ. ആ വേർഡ് എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ഉണ്ട്, അതിന്റെ അർത്ഥം പ്രോമിസ് എന്നാണ് ഞാൻ പറഞ്ഞു. പക്ഷെ പ്രോമിസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നിങ്ങൾ ചോദിച്ചു. പ്ലൂറൽ ഉണ്ടോ ചോദിച്ചു. പ്രോമിസിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ഇറ്റ്സ് കൗണ്ടബിൾ കേട്ടോ. അതൊരു കൗണ്ടബിൾ ഇതാണ് കേട്ടോ. പ്രോമിസസ് ഒക്കെ പറയുന്നത് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതിനെയും നമുക്ക് ഈ പറഞ്ഞ പോലെ അൺകൗണ്ടബിൾ സെൻസിലും പറയാം കേട്ടോ. കൗണ്ടബിളിനും പറയുന്ന പോലെ അൺകൗണ്ടബിൾ സെൻസിലും പറയാം. പക്ഷെ വേർഡ് എന്ന് പറയുന്ന യൂസേജ് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത സാധനമല്ലേ. ഒരു എന്താ പറയാ, ഒരു ഇൻഡയറക്റ്റ് കൊണോട്ടേഷനിലാണ് ആ സംഭവം യൂസ് ചെയ്യുന്നത്. അത് പലരും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരോ ഇന്നലെ തെറ്റിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർമ്മപ്പെടുത്താണ്, ഒന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാണ്. ആൻഡ് ലെറ്റ്സ് മൂവ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആദ്യത്തെ വേർഡ് കൺഫ്രണ്ട് ചെയ്യാന്നുള്ളതാണ്. കൺഫ്രണ്ട് ചെയ്യുക കേട്ട് പരിചയമുള്ള വാക്കാണല്ലോ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അഭിമുഖീകരിക്കുക എന്ന് പറയും അല്ലെ. കൺഫ്രണ്ട് എന്ന വാക്കിന്റെ അർത്ഥം അഭിമുഖീകരിക്കുക എന്നാണ് അല്ലെ. അല്ലെ നമുക്ക് പറയാം കൺഫ്രണ്ടേഷൻ അല്ലെ. കൺഫ്രണ്ടേഷൻ നൗൺ. കൺഫ്രണ്ടേഷൻ നമ്മൾ പറയാറില്ലേ, എനിക്ക് അവളെ എങ്ങനെ ഫേസ് ചെയ്യണ്ടേന്ന് അറിയില്ല, അല്ലെ എനിക്ക് അവൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഫേസ് ചെയ്യുക. എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ എങ്ങനെ ഇനി അവരെ ഫേസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. സോ കൺഫ്രണ്ടിന് ആ ഒരു അർത്ഥമുണ്ട്. ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ടാക്കിൾ ചെയ്യുക. ഒരു അവസ്ഥയെപ്പെട്ടിരിക്കുമ്പോൾ ഹൗ ടു കൺഫ്രണ്ട് ദം, ഹൗ ടു കൺഫ്രണ്ട് ദ പ്രോബ്ലം എന്നൊക്കെ പറയും. ഹൗ ടു ടാക്കിൾ ഇറ്റ് അല്ലെ. ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം, അല്ലെ അതിനെ എങ്ങനെ നമ്മൾ എൻകൗണ്ടർ ചെയ്യാം. എൻകൗണ്ടർ സെയിം മീനിങ് ആണ്. ഗെറ്റ് ടു ഗ്രിപ്സ് വിത്ത്, അതൊരു ഇഡിയമാണ്. ഗെറ്റ് ടു ഗ്രിപ്സ് വിത്ത്, ശ്രദ്ധിച്ചോണേ. അങ്ങനെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ ഇതുപോലെ ഫ്രേസൽ വെർബുകളും അതുപോലെ തന്നെ ഇഡിയംസും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തോണം. അപ്പം ഇങ്ങനെ നിങ്ങളോട് ആ ഇഡിയം ചോദിച്ചാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ അർത്ഥം. ഗെറ്റ് ടു ഗ്രിപ്സ് വിത്ത് മീൻസ് കൺഫ്രണ്ട് സംതിങ് ഓർ എൻകൗണ്ടർ സംതിങ്, ഫേസ് സംതിങ് എന്നാണ് അർത്ഥം. ഓക്കെ, അഡ്രസ് ചെയ്യുക അല്ലെ. നമ്മുടെ മുമ്പിലുള്ള ലെറ്റ് മീ അഡ്രസ് എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയില്ലേ. സോ ലെറ്റ് മീ കൺഫ്രണ്ട് ദ എലിഫന്റ് ഇൻ ദ റൂം. അഡ്രസ് ചെയ്യുക, എൻകൗണ്ടർ ചെയ്യുക. റെസിസ്റ്റ് ചെയ്യുക, വിത്ത്സ്റ്റാൻഡ് ചെയ്യുക. നമ്മളൊരു കാര്യത്തിനോട് എതിർക്കുക അല്ലെ. കൺഫ്രണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എതിർക്കുക ചെയ്യുന്നതിനെ, അതിനോട് നമ്മൾ എതിർക്കുവാണ്, അതിനോട് നമ്മൾ തരണം ചെയ്യാണ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് വിത്ത് റെസിസ്റ്റ്, വിത്ത്സ്റ്റാൻഡ് എന്നുള്ള മീനിങ്ങുകളൊക്കെ ഇവിടെ സിനോണിംസ് ആയിട്ട് വരിക. ആന്റണിമായിട്ട് വരുമ്പോൾ അവോയ്ഡ് ചെയ്യുക. ഓഫ് കോഴ്സ് നമുക്കറിയാലേ, നമ്മളൊരു കാര്യത്തെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആളെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ അവളെ അല്ലെങ്കിൽ അവനെ ഫേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരമാവധി അവരെ അവോയ്ഡ് ചെയ്യും അല്ലെ. വിൽ അവോയ്ഡ് ദം. ഇവേഡ് ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക. ഡോജ് ചെയ്യുക, സൈഡ് സ്റ്റെപ്പ് ചെയ്യുക, ഷൻ ചെയ്യുക അല്ലെ. മൊത്തം നമ്മൾ അവർക്കെതിരെ ആ വാതിലങ്ങ് അടച്ചു കളയാം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ ഇറ്റ് ഹാപ്പൻസ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ കഥ അങ്ങ് അടച്ചു കളയും. പിന്നെ ആരെയും അങ്ങോട്ട് ഉള്ളോട്ട് കയറ്റില്ല. വിൽ നെവർ ലെറ്റ് അതേഴ്സ് ഇൻ ടു അവർ ലൈഫ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഹ്യൂമൻസിന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അല്ലെ, ഒന്നൊരു നെഗറ്റീവ് നെഗറ്റീവ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഒന്ന് ശ്രദ്ധിക്കും അല്ലെ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും എന്ന് പറയുന്ന പോലെ. അതാണ് ഷൻ ചെയ്യുക പറയാ. കഥ അടച്ചു കളയുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അടച്ചു കളയുക. ദാറ്റ്സ് സൈഡ് സ്റ്റെപ്പ് ചെയ്യുക, ഡോജ് ചെയ്യുക, എസ്ക്യൂസ് ചെയ്യുക, ഇവേഡ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അതൊക്കെയാണ് കൺഫ്രണ്ടിന്റെ ഓപ്പോസിറ്റ്സ് ആയിട്ട്, ആന്റണിംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയല്ലോ. നമുക്കതിന്റെ എക്സാമ്പിൾ സെന്റൻസ് നോക്കി. ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇൻ an embarrassing situation is to confront it അല്ലെ. എംബാരസിങ് സിറ്റുവേഷൻ ആണ് കിട്ടുന്നത് അല്ലെ. ഹ്യൂമിലിയേറ്റിംഗ് സിറ്റുവേഷൻ, എംബാരസ്മെന്റ് നമ്മൾ എംബാരസ്, ഹ്യൂമിലിയേറ്റ്, എംബാരസ്മെന്റ്, ഹ്യൂമിലിയേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ആ എംബാരസിങ് സിറ്റുവേഷൻ അല്ലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ടു കൺഫ്രണ്ട് ഇറ്റ് എന്നാണ് നമ്മൾ പറയണം. സോ ശ്രദ്ധിക്കണേ, ഈ പറയുന്ന വാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. എംബാരസിങ്, ഹ്യൂമിലിയേറ്റിംഗ് കേട്ടോ. എന്തെങ്കിലും നമുക്ക് എന്താ പറയാ, എവിടെയെങ്കിലും ഒക്കെ വിട്ടോ എന്ന് റിവൈസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹ്യൂമിലിയേറ്റിംഗ് സിറ്റുവേഷൻ അതാണ്. അപ്പോൾ എക്സാമ്പിൾ സെന്റൻസും ക്ലിയർ ആണ്. നിങ്ങളുടെ സെന്റൻസ് പെട്ടെന്ന് പോരട്ടെ കേട്ടോ.
നിങ്ങളുടെ സെൻസ് പോലെ ലാസ്റ്റ് ഇന്നലെ എനിക്ക് നമ്മുടെ നെറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ സെൻറ്റൻസസ് വായിക്കാൻ ഇച്ചിരി എന്താ പറയുക ഗ്യാപ്പ് വന്നു കുറേ ലൈക്ക് ഓൾമോസ്റ്റ് ഒരു വൺ എന്താ പറയുക ഇതിനേക്കാളും മിനിറ്റിനേക്കാളും കൂടുതൽ ടൈം അതിൽ പോയി മീൻ ലാഗ് നമുക്ക് തമ്മിൽ വന്നിരുന്നു കേട്ടോ. സോ ആ ഒരു ലാഗ് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് വേഗം വായിച്ചു വിടാം സെൻറ്റൻസസ്. ഓക്കെ, യെസ്, ലെറ്റ്സ് സീ. It's very difficult to confront our relatives when we stay jobless after getting graduated. Okay, എന്ത് കഷ്ടം അല്ലേ? ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം വെറുതെ ഇരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം? അവർക്ക് എന്താ ഇത്ര പ്രശ്നം അല്ലേ? ഇഫ് വി ആർ വില്ലിംഗ് ടു ഡു ദാറ്റ് അല്ലെ, ഞാൻ ജോബ് ഇപ്പൊ സെർച്ച് ചെയ്യുന്നില്ല, അതെന്ത് പ്രശ്നമല്ലേ? എന്താ കഥ അല്ലേ ശ്യാമ? ഐ അണ്ടർസ്റ്റാൻഡ്. ദാറ്റ്സ് എ ഗ്രേറ്റ് സെന്റൻസ് കേട്ടോ. ഷീസ് ടേക്കിംഗ് കൗൺസിലിംഗ്. കൗൺസിലിംഗിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയല്ല കേട്ടോ നിത. രണ്ട് കൗൺസിൽ ഉണ്ട്. ഒന്ന് ഏതാണെന്നറിയോ? ഒന്ന് കൗൺസിൽ ഇസ് COUNCIL, കൗൺസിൽ. എന്താ അർത്ഥം? കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. ഇറ്റ്സ് കൗൺസിൽ ഓഫ് എന്താ പറയാ ഒഫീഷ്യൽസ്, കൗൺസിൽ ഓഫ് മെമ്പേഴ്സ്, ആ സാധനമാണ്. നൗൺ ആണത് കേട്ടോ. ഇതൊരു കളക്റ്റീവ് നൗൺ ആണ് കൗൺസിൽ എന്ന് പറയുന്ന സാധനം. ആൻഡ് നമ്മൾ പറയും കൗൺസിൽ ഉണ്ട്, വേറൊരു കൗൺസിൽ നിങ്ങൾക്കറിയാം. ദാറ്റ് ഇസ് എന്ത് വേർഡാണ്? നൗൺ ആൻഡ് വേർബ് വരുന്ന വേർഡാണ് കൗൺസിൽ. നമുക്കിപ്പം ഇതിൽ പറയുമ്പോൾ കൗൺസിലിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. ഞാനൊരു കൗൺസിലിനെ വെക്കുന്നുണ്ട് എന്ന് പറയുമ്പം ഒരു അഡ്വക്കേറ്റ് ആ അർത്ഥമുണ്ട് അല്ലേ? അഡ്വക്കേറ്റ്, ലോയർ എന്നർത്ഥമുണ്ട്. അപ്പം നൗണായിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് കൗൺസിൽ. അപ്പം അഡ്വക്കേറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ അല്ലെ ലോയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോയറിനെ നിയമിക്കുമ്പോൾ ആ ലോയർ നമുക്ക് എന്താ ചെയ്യുന്നത്? ലീഗൽ അഡ്വൈസ് തരുമോ ചെയ്യുന്നത് അല്ലേ? ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഹി ഗിവ്സ് us ലീഗൽ അഡ്വൈസ് നമുക്ക് തരും. അപ്പോൾ അതിന് നമ്മൾ പറയും സജസ്റ്റ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക എന്നൊക്കെ പറയും. സജസ്റ്റ് ചെയ്യുക ഓർ അഡ്വൈസ് ചെയ്യുക, കൗൺസിൽ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? ഇപ്പം ഇത് ഉപയോഗിച്ച സെനൻസിൽ കൗൺസിലിംഗ് എന്തായിരിക്കും? ഈ കൗൺസിലിംഗ് അഡ്വൈസ് കിട്ടില്ലല്ലേ, നമ്മൾ ഉപദേശിച്ച് അവർ പറഞ്ഞു തരുന്നില്ലേ? ദാറ്റ് ഈസ് കൗൺസിലിംഗ്. അപ്പോൾ സ്പെല്ലിംഗ് മനസ്സിലായോ? ഒരു സ്പെല്ലിംഗ് മാറിപ്പോയാൽ മൊത്തം മാർക്ക് പോകും. അതാണ് ഈ പ്രശ്നം. സോ ഷീ ഈസ് ടേക്കിംഗ് കൗൺസിലിംഗ് ആസ് ഷീ ഈസ് നോട്ട് ഏബിൾ ടു കൺഫ്രണ്ട് ഹർ ഫീലിംഗ്സ്. കേട്ടോ, കൗൺസിലിംഗ് ഇതാണ്, LINGS ആണ്. Nida confronted her comma stage with all her inherent ability. All right. In order to qualify competitive exams, one has to confront many hardships. That's great. He was able to confront all the obstacles just like a phoenix. Great. Alex confronted James and they involved in a banter. Okay. I think it's time for me to confront that problem. Yes, that's great. It's very hard for me to confront a crowd of people. Okay, that's correct. Crowd of people when I'm on stage. Great. World should confront the effects of climate change. Yes, Nasrat. Our coordinators help. Okay, to confront the exam with ease. Great. Set ആണല്ലോ. അപ്പൊ നിങ്ങൾ കൺഫ്രണ്ട് സെറ്റ് ആണെന്ന് മനസ്സിലായി. അടുത്തലോട്ട് പോലോ. നെക്സ്റ്റ് വേർഡ് ഇസ് പ്രൊട്രാക്ട്. നമുക്കറിയാം പ്രൊട്രാക്ടർ നമുക്കറിയാം അല്ലെ? പ്രൊട്രാക്ടർ അറിയാലോ. നമ്മുടെ ഇവിടെ പറയുന്നത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മുതലേ നമുക്ക് പ്രൊട്രാക്ടർ എന്താണെന്നറിയാം. പ്രൊട്രാക്ഷൻ നൗൺ കേട്ടോ. പ്രൊട്രാക്ഷൻ. സോ പ്രൊട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൊലോങ് ചെയ്യുക എന്നാണ്. ഇങ്ങനെ കൂർത്ത അഗ്രത്തോടെ നിൽക്കും. പ്രൊട്രാക്ടർ അങ്ങനെയാ. എന്താ പറയാ, അതിങ്ങനെ നീണ്ടു നിൽക്കും, പ്രൊലോങ് ചെയ്യും, നീണ്ടു പോവാ. പ്രൊട്രാക്ട് ചെയ്യാൻ നീണ്ടു പോവാ അല്ലെ? ലെങ്തൻ ചെയ്യാ, എക്സ്റ്റെൻഡ് ചെയ്യാ, എന്താ പറയാ, ഡ്രോ ഔട്ട് ചെയ്യാ, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാ, സ്ട്രെച്ച് ചെയ്യാ, എലോങ്ങേറ്റ് ചെയ്യാ, അതാണ് എൻ്റെ അർത്ഥം കേട്ടോ. അപ്പൊ പ്രൊട്രാക്ഷൻ, ഇൻക്രീസ് അല്ലെ, റൈസ്, എക്സ്റ്റൻഷൻ, ഇലോങ്ങേഷൻ, എക്സ്പാൻഷൻ എന്നൊക്കെയാണ് അർത്ഥം. ലെങ്തനിങ് ഒക്കെ. അപ്പൊ അതിന്റെ ആന്റണിം ഓപ്പോസിറ്റ് ഇതാണ് കർട്ടേലിയ. അവിടെ നമ്മൾ വെച്ച് കട്ട് ഡൗൺ ചെയ്യുക. കർട്ടേൽ ചെയ്യുമ്പോൾ യു ലിമിറ്റ് ഇറ്റ് അല്ലെ? ലിമിറ്റ് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക, കട്ട് ചെയ്യുക, ഓർ ഷോർട്ടൺ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക. ലിമിറ്റ് ചെയ്യാം കേട്ടോ. ലിമിറ്റ് ചെയ്യാൻ ഓർത്തോണേ. കാര്യം കർട്ടേൽ എന്ന വാക്കുണ്ടെങ്കിൽ ലിറ്ററലി അതിന്റെ മീനിങ് എന്താണ്? ഒരു കാര്യത്തെ നമ്മൾ കട്ട് ഷോർട്ട് ചെയ്ത് ലിമിറ്റ് ചെയ്ത് കളയുന്നത് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓർത്തോണം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആന്റണിംസിൽ വരുന്നത്. നോക്കാം. പ്രൊട്രാക്ഷൻ, ലിമിറ്റേഷൻ. ഓക്കെ, കൺട്രാക്ഷൻ എന്നൊക്കെ പറയും. പ്രൊട്രാക്ഷൻ, കൺട്രാക്ഷൻ പറയാം. കൺട്രാക്ഷൻ ചുരുങ്ങല, ഒരു കാര്യത്തിന് ചുരുങ്ങിപ്പോയി. സോ he had certainly taken his time, even protracting the
process, even extending the process, even prolonging the process കേട്ടോ. അത് സമയം എടുത്തു, കുറച്ച് നാൾ നീട്ടിക്കൊണ്ടുപോയി പ്രോസസ്സ്, അതാണ് പ്രൊട്രാക്ടിങ്. സോ പ്രൊട്രാക്ടിങ് ഓർ പ്രൊട്രാക്ട്, പ്രൊട്രാക്ഷൻ ഓർത്ത് വെച്ചോളാം, നൗൺ വേർബ്സ് കേസസ് കേട്ടോ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ആൻഡ് ദെൻ എവിടെ വരെ എത്തിയിരുന്നു? വിത്ത് ഈസ്, യെസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രൊട്രാക്ടർ ഇസ് അൺനോൺ. വാട്ട് ഈസ് ദ പർപ്പസ് അങ്ങനെ പറഞ്ഞാൽ സെന്റൻസ് തെറ്റും. നീ പറഞ്ഞ സെൻസ് അറിയാം. ഞാൻ ഇപ്പോഴും വണ്ടർ ചെയ്യാറുണ്ട് എന്തിനായിരിക്കും പ്രൊട്രാക്ടറിൽ. ചില സമയത്ത് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഇത്ര കാര്യങ്ങൾ മാത്രം പോരെ, നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പോരെ. കാരണം വി ഡോണ്ട് ലേൺ ജോമെട്രി കംപ്ലീറ്റ്ലി അല്ലേ. നമ്മൾ ജോമെട്രി കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ആയിട്ട് പഠിപ്പിക്കില്ല, സ്പെഷ്യലൈസേഷൻ ആയിട്ട് പഠിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാത്തവർക്ക് ആവശ്യം ഉണ്ടായിരിക്കും അല്ലേ. സോ അപ്പൊ ഇവിടെ എന്ത് പറയണമെന്ന് അറിയാം, അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. The purpose of protractor is unknown എന്ന് പറയണം കേട്ടോ അഖിലെ, അപ്പൊ സെന്റൻസ് കറക്റ്റ് ആവും. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്രൊട്രാക്ടർ, ഐ ഡോണ്ട് നോ, ക്വസ്റ്റ്യൻ ഇടാ ഐ ഡോണ്ട് നോ, അല്ലെങ്കിൽ ഇറ്റ് സ്റ്റിൽ റിമെയിൻ അൺനോൺ എന്ന രീതിയിൽ കൊടുക്കുക. The architect protracted the room, all right, to measure angle, but I'm confused about the use of set, square and divider. ഓ ശരി, പറയുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട് അവിടെ വേണ്ടാത്തത്. ഐ എമ്മിന്റെ ഐ ക്യാപിറ്റൽ കൊടുക്കാൻ മറക്കല്ല മൈസെൽഫ്, നമ്മൾ എവിടെ കൊടുക്കുമ്പോഴും കേട്ടോ. ഐ ക്യാപിറ്റൽ എപ്പോഴും, ഐ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്, ഞാൻ എന്ന അർത്ഥം വരുന്ന പ്രൊനൗണ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലേ കൊടുക്കാൻ പാടുള്ളൂ, അതിലൊരു മാറ്റം ഇല്ല കേട്ടോ. So yesterday's meeting was prolonged unnecessarily. That's great. It is okay. അതും എഡിറ്റോറിയൽ അനാലിസിസ് നമ്മൾ ഇപ്പം നമ്മളത് എൻഡ് ചെയ്ത് കേട്ടോ. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അത് വേണ്ട എന്ന് വെച്ച് എൻഡ് ചെയ്തു. അതുകൊണ്ടാണ് അതിന് പകരം ഈ പറയുന്ന ഒരു സെഷൻ നമുക്ക് ആപ്പിൽ മാത്രം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെച്ചത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്, കോർഡിനേറ്റർ തീരുമാനിച്ച കാര്യമാണ്. സോ അങ്ങനെ ഞാനത് പറഞ്ഞിരുന്നു ഒരു തവണ അല്ലേ ശിവ, ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി എനിക്കിത് അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇതുണ്ട്, ബിക്കോസ് ഞാനത് എനിക്കിഷ്ടമാണ് ഓഫ് കോഴ്സ്, പക്ഷേ ഞാനത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് വൊക്കാബുലറി പഠിക്കാം, എഡിറ്റോറിയലിൻ്റെ കാര്യം നമുക്ക് നോക്കാം, അതേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഐ വിൽ നോട്ട് ഗിവ് യു എനി പ്രോമിസ് കേട്ടോ, അല്ലേ ഞാൻ പറയില്ല. അടുത്ത വേർഡ് കുറച്ച് സെൻറ്റൻസ് വന്നിട്ടുണ്ടല്ലേ, ലെറ്റ്സ് സീ. Okay, the meeting was protracted due to unnecessary discussions. നേരത്തെ പറഞ്ഞ unnecessarily ഇല്ലേ, അത് കറക്റ്റ് ആട്ടോ. The meeting was protracted due to unnecessary discussions ഉം കറക്റ്റ് ആണ്, അതിന് കുഴപ്പമില്ല, സെറ്റാണ്. Then എന്താണ്, protracting spelling നെസ്മലെ PROTRAC, protracting the census by the government for so long is quite confusing. All right, protracting a case beyond a limit often makes the clients down. Yes. Students with ADHD find it difficult to cope with prolonged classes. Yes. Protracting the class may make the students get bored. Yes. Confronting the internet conflict is a Herculean task. Yes. അപ്പോൾ ഓക്കെ ആണേ, സെറ്റ് ആണേ. അടുത്ത വേർഡിലോട്ട് പോകും. ബ്ലേറ്റന്റ്. ഈ ബ്ലേറ്റന്റ് എന്ന വാക്ക് ഞാൻ ഒരുപാട് വട്ടം നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണേ. ബ്ലേറ്റന്റ് എന്ന് പറഞ്ഞാൽ ബോൾഡ് എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. ഓഫ് കോഴ്സ് ബോൾഡ് എന്നൊക്കെ അർത്ഥം ഉണ്ട്, ഭയങ്കര വോസിഫറസ് ആയിട്ടുള്ള, ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള എന്നൊക്കെ. രണ്ട് സെൻസിൽ ഇതിന് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ പോസിറ്റീവ് സെൻസ് ആൻഡ് നെഗറ്റീവ് സെൻസ്. പക്ഷെ കൂടുതലായിട്ടും നമ്മൾ ഈ ബ്ലേറ്റന്റ് നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിക്കാറ് കേട്ടോ. അതായത് ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ട് ഒരാളെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമൽ കേസിൽ ബ്ലേറ്റന്റ് ഉപയോഗിക്കാറില്ല. നോർമൽ കേസിൽ കാരണം ബ്ലേറ്റന്റ് എന്ന് പറയുന്നതിന് എന്താ പറയുക, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മോശം പ്രവൃത്തി എന്ന രീതിയിൽ, അതായത് അത്ര എവിഡന്റ്ലി മോശമാണ്. ഇറ്റ്സ് എവിഡന്റ്ലി ഗ്രോസ്, ഇറ്റ്സ് എവിഡന്റ്ലി ഒബ്വിയസ്, അതായത് ഭയങ്കര ഒബ്വിയസ് ആയ ഒരു മോശമായിട്ട് കാണിക്കൽ, അങ്ങനെ രീതിയിലാണ് ബ്ലേറ്റന്റിനെ പറയാം. സോ അതുകൊണ്ട് അതിന്റെ മീനിങ് ഫ്ലേഗ്രന്റ്. ഫ്രേഗ്രന്റ് അല്ലേ, ഫ്രേഗ്രന്റ് നല്ല സ്മെല്ലുള്ള ഓർഡർ നല്ല ഓർഡർ ഉള്ള അതല്ല. ഫ്രേഗ്രന്റ് അല്ല, ഫ്ലേഗ്രന്റ്. ഓക്കെ, ബ്ലേറ്റന്റ്, ഫ്ലേഗ്രന്റ്. ഗ്ലെയറിങ് അല്ലേ, ഗ്ലെയറിങ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നു, പെട്ടെന്ന് ഗ്ലെയർ ചെയ്യുന്ന എന്ന് പറയുന്നത്, നമ്മൾ ആകെപ്പാടെ നമ്മളെ ശ്രദ്ധ പെട്ടെന്ന് അവിടേക്ക് തിരിപ്പിക്കുന്നു. ഒബ്വിയസ്, ഐ മീൻ സോ എവിഡന്റ്, സോ ക്ലിയർ, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള, ദാറ്റ്സ് ഒബ്വിയസ്. ഗ്രോസ് അല്ലെ, വളരെ മോശം എന്നാണ് ഗ്രോസിന്റെ അർത്ഥം. ബ്ലേറ്റന്റിന്റെ അർത്ഥം അതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻസ്. ആൻഡ് ദർ ഇസ് ഓൾസോ അനദർ സെൻസ്, ഒരു പോസിറ്റീവ് സെൻസിലും പറയും, വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിലാണ്. വോസിഫറസ്, ഔട്ട് സ്പോക്കൺ, വോക്കൽ, ബോൾഡ്, അങ്ങനെ കേട്ടോ. ഭയങ്കര വോസിഫറസ് ആയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്, നന്നായി സംസാരിക്കല്ലേ, നന്നായിട്ട് അവരുടെ വോയിസ് കേൾക്കാം. ദേ ആർ വോക്കൽ അല്ലെ, വോസിഫറസ് ആണ്, അവർ സംസാരിക്കും. ദേ ആർ ഔട്ട് സ്പോക്കൺ, ദേ ആർ ബോൾഡ്. അതാണ് ബ്ലേറ്റന്റിന്റെ ഒരർത്ഥം എന്ന് പറയണേ. ഞാൻ പറഞ്ഞല്ലോ, അത് റെയറായിട്ട് ഉപയോഗിക്കാറുള്ളൂ. കാര്യം ബ്ലേറ്റന്റിന്
നമ്മൾ പറയില്ലേ, അതായത് ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ ഐ റിയലി വോണ്ട് യു ടു നോ അബൌട്ട് ദി യൂസ് ഓഫ് വേർഡ് അപ്രോപ്രിയേറ്റ്ലി. അതാണ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ചില വേർഡുകൾ നമ്മൾ ഇടുമ്പോൾ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട് ചോദിക്കുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് വേർഡ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ 4 വേർഡ്സ് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ എൻ്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലെ, നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ എല്ലാ ദിവസവും ക്വിസ് ഇടുമ്പോൾ കൺഫ്യൂസിംഗ് വേർഡ്സ് ഞാൻ ഇടുമ്പോൾ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ച് വളരെ സെലക്റ്റീവ്ലി ക്വസ്റ്റൻസ് ഇടും. എന്താ വെച്ചാൽ 1-2 വേർഡ്സിന് വളരെ സിമിലാരിറ്റി ഉണ്ട്. ഇപ്പൊ ഫ്ലൈഗ്രന്റിന്റെ സ്ഥാനത്ത് ഫ്രാഗ്രന്റ് ഇട്ടാൽ തീർന്നു, മാർക്ക് പോയി അവിടെ. സെയിം കേസിലാണ് നമ്മൾ ചില സമയത്ത് ബോൾഡ് ഇടേണ്ടടുത്ത് ബോൾഡ് തന്നെ ഇടണം. യു ക്യാൻ നോട്ട് റീപ്ലേസ് ഇറ്റ് വിത്ത് ബ്ലേറ്റന്റ്. ദാറ്റ്സ് എ ഡിഫറൻറ്റ്. ബ്ലേറ്റന്റ് ഒരിക്കലും എനിക്ക് അവിടെ ബോൾഡിന്റെ സ്ഥാനത്ത് ഇടാൻ പറ്റില്ല. കാര്യം ബോൾഡ് ഇസ് ബോൾഡ്, പോസിറ്റീവ് സെൻസ് ആണ്. ബ്ലേറ്റന്റ് ഇസ് ഡിഫറെന്റ്. ഏറ്റവും കൂടുതൽ ബ്ലേറ്റന്റ് എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലാണ് അത് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കി വെച്ചോണം. അത് എവിടെ ഉപയോഗിക്കുക? സിനോണിംസ് ആൻഡ് ആന്റണിംസിൽ ഓക്കെ, രണ്ടും മീനിങ് കറക്റ്റ് ആണ്. അതാണ് വൊക്കാബുലറി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു വേർഡ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ വേർഡ് കഴിഞ്ഞു. അല്ല, കോമ്പറ്റീവ് എക്സാമിൽ ഇറ്റ്സ് സോ സീരിയസ് ഇഷ്യൂ അല്ലേ, അത് സീരിയസ് ഇഷ്യൂ ആ, അത് സീരിയസ് ബിസിനസ് ഉണ്ട് അതിന്. ചുമ്മാ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന സാധനമല്ല. കാര്യം സിനോണിംസ് ആന്റണിംസ് ഓൾ റൈറ്റ് കറക്റ്റ് ആണ്, ബ്ലേറ്റന്റ് സിനോണിം ഉണ്ട്, ബോൾഡ് സിനോണിം ആണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു കൺഫ്യൂസിംഗ് വേർഡ്സിൽ അപ്രോപ്രിയേറ്റ് വേർഡ് ഇടൂ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബ്ലേറ്റന്റ് ഇടേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരിക്കലും കോൺഫിഡന്റ് എന്നോ അല്ലെങ്കിൽ ഔട്ട് സ്പോക്കൺ എന്നോ വോസിവറസ് ഇട്ടാൽ മാർക്ക് കിട്ടില്ല. അവിടെ ബ്ലേറ്റന്റ് തന്നെ വരും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു കാര്യം കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ ഇതിനെ പറഞ്ഞു തരുന്നത് കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ടു ദി ആന്റണിംസ്. അപ്പൊ ആന്റണിംസ് എന്താണ്? ഇൻകോൺസ്പിക്വസ് ആണ്. കോൺസ്പിക്വസ് ആണ്, വളരെ ക്ലിയർ ആണ്, വെരി ക്ലിയർ, വെരി വിസിബിൾ, വെരി മച്ച് നോട്ടീസബിൾ. അതാണ് കോൺസ്പിക്വസ്. പ്ലെയിൻ എന്നൊക്കെ അർത്ഥം വരും. അപ്പൊ ഇൻകോൺസ്പിക്വസ് എന്ന് പറയുമ്പോൾ നമുക്കതൊക്കെ അത്ര എവിഡന്റ് അല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് എവിഡന്റ്. അതാണ് ഇൻകോൺസ്പിക്വസ് എന്നർത്ഥം. അത്ര പ്ലെയിൻ അല്ല, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ആ അർത്ഥത്തിൽ. സട്ടിൽ, ബ്ലേറ്റന്റിന്റെ ഓപ്പോസിറ്റ്സ്. ഇൻപെർസെപ്റ്റിബിൾ, പെർസെപ്റ്റിബിൾ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് പെർസീവ് ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് പെർസെപ്റ്റിബിൾ. നമ്മുടെ സെൻസസ് യൂസ് ചെയ്ത് നമുക്ക് പെർസെപ്റ്റ് ചെയ്യാം, ബുദ്ധി കൊണ്ട് മാത്രമല്ല സെൻസ് യൂസ് ചെയ്ത് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നതിന് പെർസെപ്റ്റിബിൾ എന്ന് പറയും. ഇംപെർസെപ്റ്റിബിൾ മീൻസ് ദാറ്റ് ക്യാൻ നോട്ട് ബി പെർസീവ്ഡ്. കേട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യം നോട്ട് ചെയ്ത് വെക്കണേ, ബിക്കോസ് ഈ സാധനം 1 വേർഡ്സിൽ ചോദിക്കുവേ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇംപെർസെപ്റ്റിബിൾ മീൻസ്, പെർസെപ്റ്റിബിൾ മീൻസ് ദാറ്റ് ക്യാൻ ബി പെർസീവ്ഡ് അല്ലെ, എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ നോട്ട് ബി പെർസീവ്ഡ്, ദാറ്റ് കാൺ ബി പെർസീവ്ഡ്. പെർസെപ്റ്റിബിൾ പെർസീവിൽ നിന്ന് വരുന്നതാണ്. പെർസെപ്ഷൻ നൗൺ അറിയില്ലേ, പെർസെപ്ഷൻ, പെർസീവ്ഡ്, പെർസെപ്റ്റീവ്, പെർസെപ്റ്റബിൾ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മുടെ വോസിഫറസ്, ഔട്ട് സ്പോക്കൺ, വോക്കൽ എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് നമുക്ക് എന്ത് വരാം? സൈലന്റ്, ക്വയറ്റ്, സ്റ്റിൽ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ലുക്ക് അറ്റ് ദ സെന്റൻസ്. ദ ബ്ലേറ്റന്റ് ഡിഫൈൻസ്, ഡിഫൈൻസ് ഇസ് എതിർപ്പ്, കംപ്ലയൻസ് ചേർന്നിക്കൽ, ഡിഫൈൻസ് എതിർപ്പ്. ദ ബ്ലേറ്റന്റ് ഡിഫൈൻസ് വാസ് സോ സ്വീറ്റ്ലി uttered, he didn't know how to respond. അതായത് വളരെ ബ്ലേറ്റന്റ് ആയിട്ടുള്ള, വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഡിഫൈൻസ്, അത്ര എവിഡന്റ് ആയിരുന്നു. മനസ്സിലായി? ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഡിഫൈൻസ്. ആ ഡിഫൈൻസ് എന്ന അഡ്ജക്റ്റീവിന്റെ കൂടെ, നൗണിന്റെ കൂടെയാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ബ്ലേറ്റന്റ് കൊടുത്തിരിക്കുന്നത്. സീ ദ മീനിങ്, ഓവറോൾ മീനിങ്, അവിടെ കോണ്ടെക്സ്റ്റുവൽ മീനിങ് ശ്രദ്ധിച്ച് നോക്കൂ. ഇതിൽ അണ്ടർസ്റ്റാൻഡ്, അവിടെ നെഗറ്റീവ് സെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ അങ്ങ് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിലോട്ട് പോകാം? നിങ്ങളുടെ സെന്റൻസസിലോട്ട് പോകാൻ ഈ എവിടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം കേട്ടോ, പ്ലീസ് ചോദിച്ചോളൂ. അപ്പോൾ എവിടം വരെ എത്തിയായിരുന്നു നമ്മൾ? സ്റ്റുഡൻസ് ബോർ ആവും അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞത് അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ഇഫ് യു ഗെറ്റ് ദ സഫിഷ്യൻ, അവിടെയാണെന്ന് തോന്നുന്നില്ല, അല്ല, ദ പോർഷൻസ് ഓഫ് ദ ക്ലാസ് when I was a child, Kulandasko, okay. When I was a child, I think protract or vacation days. I think protract illa അങ്ങനെയല്ല. When I was a child, I thought of, past tense അല്ലേ അത്, അവിടെ അങ്ങനെ വേണ്ട കൊടുക്കണം. ആതിര, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, when I was young, when I was a child, when I was 17 ഒക്കെ പറയുമ്പോൾ അത് past tense ആ. അവിടെ അത് adverb of past ആയത്, അപ്പോൾ അതിനോട് simple past ഉപയോഗിക്കാൻ പറ്റുള്ളൂ. When I was a child, I thought of protracting. I thought of protracting my vacation days. എന്നെ പറ്റിയല്ല പറയുന്നത്, അപ്പൊ പകർന്നു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. The portions from class test was curtailed due to lack of time. All right, അവിടെ ഒരു പ്രശ്നമുണ്ട്. The portions for class അല്ലേ, അപ്പോൾ സബ്ജക്റ്റ് പാർവതി പോർഷൻസ് ആണ്, പ്ലൂറലാ. അപ്പൊ വേർ curtailed കൊടുക്കണം, was curtailed പറയാൻ പറ്റില്ല. ക്ലാസ് ടെസ്റ്റ് അല്ല സബ്ജക്റ്റ്, അവിടെ പോർഷൻസ് ആണ് സബ്ജക്റ്റ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണേ, that's important. If we get the sufficient fund, the project will extend. Great. Ajay was blatant.
in his communication with the principal. Great. Blatant ഒരു നെഗറ്റീവ് സെൻസിലൂ കൂടെ അല്ലേ വരിക? അതാ ഞാൻ പറഞ്ഞിരുന്നത് അല്ലേ? ബ്ലേറ്റന്റ് നെഗറ്റീവ് സെൻസിലാണ് പറയുന്നത്. നെഗറ്റീവ് സെൻസിലാണ്, അതാ ഞാൻ പറഞ്ഞത്. കറക്റ്റ് ആയില്ലേ? മണിപ്പൂർ ഇഷ്യൂ became a blatant act. Yes, great. Even ever happen in India. Yes. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ടേ. ഈ എവർ ഹാപ്പൻഡ് എന്നൊക്കെ പറഞ്ഞ യൂസേജ് ഉണ്ടല്ലോ, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്ന എവർ, നെവർ ഒക്കെ പ്രസന്റ് പെർഫെക്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഷീബ ഉപയോഗിക്കുന്ന ഒരു തെറ്റ് ഞാൻ പറയാം. ടെൻസില് മണിപ്പൂർ ഇഷ്യൂ ഹാസ് ബിക്കം എ ബ്ലേറ്റന്റ് ആക്ട് എവർ ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. ഇതുവരെ അവിടെ കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലായോ? ഇതുവരെ, അതായത് ഈ ഒരു മൊമെന്റ് വരെ ഇന്ത്യയിൽ ഹാപ്പൻ ചെയ്തതിൽ ഏറ്റവും ബ്ലേറ്റന്റ് ആക്ട് ആയിട്ട് മണിപ്പൂർ ഇഷ്യൂ മാറി എന്ന് പറയുമ്പോൾ, നമ്മൾ നേരത്തെ എപ്പോഴോ മുതൽ ഇപ്പോഴുള്ളൊരു മൊമെന്റ് വരെ എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലല്ലേ പറയാത്, അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. സോ മണിപ്പൂർ ഇഷ്യൂ ഹാസ് ബിക്കം, കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം ശിവ. ആൻഡ് ദെൻ the minorities are still facing blatant discrimination. Right. He has made some blatant decisions. All right. The blatant behavior of the student made the teacher furious. All right. Mira always have ആണോ അവിടെ? പാർവതി ഞാൻ പറഞ്ഞ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കോൺകോഡ് ശ്രദ്ധിക്കണേ. മീര സിംഗുലർ സബ്ജക്റ്റാ. മീര ഒരു വ്യക്തിയോ ഒരു പെൺകുട്ടിയുടെ പേരാ പറയണേ. മീര ഓൾവേസ് ഹാസ് എ സട്ടിൽ റിയാക്ഷൻ ടു എവ്രി വൺ, ഈവൻ ടു ഹെർ എനിമീസ്. കേട്ടോ, അങ്ങനെ കൊടുക്കാം. His blatant response made all the spectators wondered. All right. Pinarayi Vijayan blatantly addressed the media. Yeah. Great. സെറ്റ്, ഇവിടം വരെ സെറ്റ്. അപ്പൊ അടുത്ത വേർഡിലോട്ട് പോവാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം, കേട്ടോ. അടുത്ത വാക്ക് കാസ്റ്റിഗേറ്റ് ചെയ്യുക. കാസ്റ്റിഗേറ്റ് ചെയ്യുക, കാസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം റിപ്രിമാൻഡ് ചെയ്യുക. രണ്ടും ഫോമൽ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. കാസ്റ്റിഗേറ്റ് ചെയ്യുക ഫോമൽ വേർഡ്, റിപ്രിമാൻഡ് ചെയ്യുക ഫോമൽ വേർഡ്, റിബ്യൂക്ക് ചെയ്യുക ഫോമൽ വേർഡ്, അഡ്മോണിഷ് ചെയ്യുക ഫോമൽ വേർഡ്, അപ്പൊ റിപ്രൂവ് ചെയ്യുക ഫോമൽ വേർഡ്. അപ്പൊ വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ് ഇൻ കോമൺ സെൻസ്? ഒരു സാധാരണക്കാരന്റെ ഒരു കോമൺ സെൻസ്, കോമൺ സെൻസ് ആ കോമൺ സെൻസ് അല്ല, ഇനി കോമൺ ഇതില് അല്ലെങ്കിൽ ഒരു സാധാരണ സെൻസില് നമ്മൾ എന്താ കാസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം? വഴക്ക് പറയുക, അവർ ക്രിട്ടിസൈസ് ചെയ്യുക. ക്രിട്ടിസൈസ് ചെയ്യുക, സെൻഷർ ചെയ്യുക, സ്കോൾഡ് ചെയ്യുക, ദാറ്റ്സ് കാസ്റ്റിഗേറ്റ്. അപ്പോ കാസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോർട്ടിനെ ആളെ റിപ്രിമാൻഡ് ചെയ്തു, അല്ലെ, പോലീസ്മാനെ റിപ്രിമാൻഡ് ചെയ്തു, അല്ലെങ്കിൽ കോർട്ടിന് ഗവൺമെന്റിനെ ആളെ അല്ലെ ജുഡീഷ്യറി ഇന്ന ചെയ്തു ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. കാസ്റ്റിഗേറ്റ് ഇറ്റ്സ് എ ഫോമൽ വേർഡ് യൂസ്ഡ് ഇൻ ഡെയിലി ന്യൂസ് ആണ്. ഡെയിലി ന്യൂസ് പേപ്പറിൽ ഫോമൽ വേർഡ് ഉപയോഗിക്കുന്ന പറയുമ്പോൾ ഓർത്തോണേ, അത് അഡ്രസ് ചെയ്യുന്ന കോർട്ടിന്റെ ഇതായതുകൊണ്ട് മാത്രമാണ് ഫോമൽ വേർഡ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഫോമൽ വേർഡ് ഉപയോഗിക്കാറില്ല. ന്യൂസ് പേപ്പർ കോമൺ മാന്റെ ലാംഗ്വേജിലാണ് കൊടുക്കാറ്. ന്യൂസ് പേപ്പറിലെ ലാംഗ്വേജസ് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടാണ് കൊടുക്കാറ്. പക്ഷെ കോർട്ടിന്റെ ഒക്കെ യൂസിൽ വരുമ്പോൾ എപ്പോഴും അവർ ഉപയോഗിക്കുന്ന ഫോമൽ വേർഡ്സ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അങ്ങനെ അതുകൊണ്ട് എപ്പോഴും പറയുന്നത് ഫോമൽ വേർഡ് നമ്മുടെ കോർട്ടിന്റെ ഒക്കെ ഉപയോഗം വരുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ ശ്രദ്ധിച്ചാൽ. അല്ലാതെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉപയോഗിക്കുന്ന പല വേർഡ്സും വളരെ സിംപ്ലർ മീനിങ് കൊണ്ടുവരുന്ന സാധാരണക്കാരന് മനസ്സിലാവുന്ന വേർഡുകളാണ് ഉപയോഗിക്കാറ്. പക്ഷെ ഈ പറയുന്ന പോലെ എന്നാൽ പോലും ഹിന്ദു ന്യൂസ് പേപ്പർ ആണ് കുറച്ചുകൂടെ ടൈറ്റ് റീഡിങ് ദാൻ എനി അതർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, കേട്ടോ. അതുകൊണ്ട് പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് വെച്ചു. അതാണ് കാസ്റ്റിഗേറ്റ് എന്ന് പറയാം. കാസ്റ്റിഗേറ്റ് ഫോമൽ ആണ്. അതുപോലെ റിപ്രിമാൻഡ്, റിബ്യൂക്ക്, റിപ്രൂവ്, എതിർക്കുക, വഴക്ക് പറയുക, അതാണ് കേട്ടോ എന്റെ അർത്ഥമാണ് പറയുന്നത്. റിബ്യൂക്ക് ചെയ്യുമ്പോൾ നമ്മൾ എതിർക്കല്ല, മീൻസ് ലൈക്ക് നമ്മൾ വഴക്ക് പറയുക, അവർ ക്രിട്ടിസൈസ് എന്നുള്ള അർത്ഥത്തിൽ. അഡ്മോണിഷ് അതും അതെ. സെൻഷറി അറിയില്ലേ, അതാണ് അർത്ഥം. ഓക്കെ, അപ്പൊ സെൻഷർ ആണ്, സെൻസർ അല്ല. സെൻസർ ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യാന്നാണ്. അപ്പൊ സെൻസർ മാറിപ്പോയതേ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കാ, സെൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? അൺവാണ്ടഡ് ആയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? സെൻസർഷിപ്പ് അറിയാലോ. സെൻസറിങ് എന്നാണ്. ഫ്രാൻസിലൊന്നും സെൻസർഷിപ്പ് ഇല്ല, അല്ലെ? അതുകൊണ്ടാണ് ഫ്രഞ്ച് മൂവീസിലൊന്നും എന്തില്ലാത്തത്, ഒരു സീൻസും അങ്ങനെ കട്ട് ചെയ്ത് കളയില്ല. ദേ വിൽ നോട്ട് കട്ട് ഓർ ഡിലീറ്റ്, കേട്ടില്ല. അതാണ് സെൻസർ ചെയ്യാന്ന്. സെൻസർ ബോർഡ്, അല്ലെ? സെൻസർ ബോർഡ് അറിയാലോ. സോ സെൻസർ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ, സെൻസർ നൗണും ഉണ്ട്, സെൻസർ വേർബും ഉണ്ട്. ഞാനിവിടെ സെൻസർ എന്ന് പറയുന്നത് വേർബ് എന്ന സെൻസ് പറയാണ്. ഇതിന്റെ ഒരു രണ്ടിന് സെൻഷറും സെൻസറും കൺഫ്യൂസിംഗ് ആണ്, രണ്ടോട് ഓർത്ത് വെച്ചോളൂ. അടുത്തത് ആന്റണിം ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? നമ്മൾ ഒരാളെ റിപ്രിമാൻഡ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരാളെ സ്കോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപമാനിച്ചു അങ്ങ് വിടുവാണ്, അല്ലെ? ആണ്, വഴക്ക് പറയുമല്ല. അപ്പൊ അവരുടെ തെറ്റുകളെ നമ്മൾ എപ്പോഴും എന്താണ് ചൂണ്ടിക്കാണിക്കുകയാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. ബട്ട് അപ്പൊ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താ ചെയ്യുക? വി പ്രൈസ് എ പേഴ്സൺ, അല്ലെ? വി കമന്റ് എ പേഴ്സൺ, we compliment a person, we acclaim a person, we applaud a person, we appreciate a person. കേട്ടോ, praise, comment ആണ്, it's not comment. comment COMMENT ഞാൻ പറഞ്ഞില്ലേ, comment noun. കമന്റ് ചെയ്യുക,
verb. Okay, compliment, യെസ്, acclaim, applaud, appreciate, അതൊക്കെയാണ് ആന്റണിംസ്, ഓപ്പോസിറ്റ്സ്. നോക്കുക, ഷി വാസ് കാസ്റ്റിഗേറ്റഡ് ഫോർ നോട്ട് സെറ്റിംഗ് എ ഗുഡ് എക്സാമ്പിൾ. അല്ലെ, ഇടയ്ക്കിടയ്ക്ക് എനിക്കൊക്കെ സപ്പോസ് ഉണ്ട്. വീട്ടിലെ മൂത്ത ആളാണ് എങ്കിൽ, മൂത്ത ആളെന്ന് പറയുമ്പോൾ എന്നെക്കാൾ മൂത്ത ഒരാളുണ്ട്, പക്ഷെ അതിനേക്കാളും വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ മൂത്ത പെൺകുട്ടി വീട്ടിലെ. ഓഹ്, ദാറ്റ്സ് എ വെരി ഹെർക്കുലിയൻ ടാസ്ക്. അതൊരു വലിയൊരു റെസ്പോൺസിബിൾ ജോലിയാണെന്ന് പറയാം. അയ്യോ, വീട്ടിലെ മൂത്ത പെൺകുട്ടി എന്ന് പറയുന്നത്. സോ ബീങ് ബീങ് എൻ എൽഡർ സിസ്റ്റർ, അല്ലെങ്കിൽ ബീങ് എൻ എൽഡർ ഡോട്ടർ ഇൻ ഹോം, അറ്റ് ഹോം, really makes you, often castigated for not setting a good example. നീ വേണ്ടേ അവരെ പറഞ്ഞു കൊടുക്കാൻ, നീ വേണ്ടേ അത് ചെയ്യാൻ എന്ന് പറയാറുണ്ട്. സോ ദാറ്റ്സ് എ റിയൽ ഡീൽ. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? കാസ്റ്റിഗേറ്റിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ആൻഡ് ലെറ്റ്സ് സീ, നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോട്ടോ. ബ്ലേറ്റന്റ് ഡിസിഷൻസ്, ടീച്ചർ ഫ്യൂരിയസ്. നമ്മൾ എവിടെ പറ്റി? നമ്മുടെ പിണറായി വിജയനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചല്ലേ? അല്ലല്ല, അത് കഴിഞ്ഞിട്ട് എന്തോ, അത് തന്നെ. യെസ്, ഹിസ് ബ്ലേറ്റന്റ് റെസ്പോൺസ് മെയ്ഡ് ദ ഫാമിലി ഷോക്ക്. ഒരു പ്രശ്നമുണ്ടേ ഇവിടെ. എന്താ വെച്ചാ, നുസ്രത്തെ ശ്രദ്ധിക്കണേ. ഹിസ് ബ്ലേറ്റന്റ് റെസ്പോൺസ്, അവന്റെ ഞെട്ടിപ്പിക്കുന്ന റെസ്പോൺസ്, മെയ്ഡ് ദ ഫാമിലി. മെയ്ഡ് എന്ന് പറയുന്നത് അവിടെ മേക്ക് എന്ന് പറയുന്ന ഒരു കോസറ്റീവ് വേർബാണ്. ഫാമിലിയെ ഷോക്ക് ചെയ്യാൻ കാരണമായി എന്നാണ്. അപ്പൊ മേക്ക് ദ ഫാമിലി, ഓക്കെ ഇല്ല, യെസ്, അത് കറക്റ്റ്. വേറൊരു രീതിയിൽ വന്ന ഞാൻ രണ്ട് രീതി, അത് വേണ്ട, അത് കോംപ്ലിക്കേറ്റ് ആവും. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ സാധനം ഒന്ന് ഓർത്ത് വെച്ചോണേ. കോസറ്റീവ് വെർബ് ഇപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ എല്ലാവരും നുസ്രത്തിനോട് ഞാൻ എടുത്തു പറഞ്ഞ നുസ്രത്ത് എടുത്ത സെന്റൻസ് ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ എല്ലാവരും ഓർത്തോണേ. ഇതിപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റ് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാനത് ഇവിടെ സമയം എടുത്ത് കളയുന്നില്ല. മേക്ക് എന്ന വെർബിന് ഒരു കോസറ്റീവ് സെൻസ് ഉണ്ട്. കോസറ്റീവ് സെൻസ്, അതായത് കോസ് കാരണമാകുന്ന ഒരു വെർബാണ് മേക്ക്. ആ വെർബിന്റെ യൂസേജിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മേക്ക് എന്ന് രണ്ട് സെൻസ് പറയാം. ഒന്നെന്താണ്, മേക്ക് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഈ മേക്ക് ആ മേക്ക് അല്ല, കാരണമാകുക അല്ലെ, അവന്റെ ഇന്ന് വഴിയൊരുക്കുക അല്ലെ, അവന്റെ ബ്ലേറ്റന്റ് റെസ്പോൺസ് ഇന്ന കാര്യത്തിന് വഴിയൊരുക്കി എന്നർത്ഥമാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ രണ്ട് സെൻസിൽ ഉപയോഗിക്കാം. ആ സെൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി വന്നത്. പക്ഷെ ഞാൻ അതിവിടെ പറയുന്നില്ല. ഇവിടെ പറഞ്ഞ ചിലപ്പോൾ ഇറ്റ് വിൽ ബി കോംപ്ലിക്കേറ്റഡ്. അത് ഞാൻ പറഞ്ഞുതരാം. എപ്പോൾ ഇൻഫിനിറ്റീവ് എന്ന ചാപ്റ്റർ പഠിപ്പിക്കും, നോൺ ഫൈനൈറ്റ് വേർബിൽ ഇൻഫിനിറ്റീവ് പഠിപ്പിക്കും, അഡ്വാൻസ് ഫോം ഓഫ് വേർബ് നമ്മൾ പഠിക്കും. അപ്പോഴേക്കും നിങ്ങൾ വേർബിനെ പറ്റി പഠിച്ചു വെച്ചോണേ. അപ്പോഴേക്കും നിങ്ങൾ മോഡൽ ഓക്സിലറി വേർബ്, ഓക്സിലറി വേർബ്സ്, ടെൻസ് പഠിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് അഡ്വാൻസ് വേർബ് കത്തുള്ളൂ. അതുകൊണ്ടാണ് അഡ്വാൻസ് വേർബ് കത്തണമെങ്കിൽ നിങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ടേ വരാവുള്ളേ. അടുത്തത് പഠിക്കുമ്പോഴേക്കും എന്തായാലും നമ്മൾ അത് അഡ്വാൻസ് വേർബ് പഠിക്കുന്ന നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ കണ്ടീഷൻസ് കഴിഞ്ഞാൽ അഡ്വാൻസ് വേർബ് പഠിക്കാൻ പോണേ കേട്ടോ. അത് പഠിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം പാസീവ് വോയിസിലും അതുപോലെ മറ്റേ നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലും ഒക്കെ എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ജെറൻസിനെ ഇൻഫിനിറ്റീവ്സിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് പഠിക്കണമെങ്കിൽ ഈ സാധനം പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലുണ്ടായിരിക്കണം. അത് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ബ്ലേറ്റന്റ് ലൈസ് വർ വൈഡ് സ്പ്രെഡ് അറ്റ് ദ ടൈംസ് അല്ല, അറ്റ് ദ ടൈം ഓഫ്, കേട്ടോ. അവിടെ അറ്റ് ദ ടൈംസ് വേണ്ട, ടൈംസിന്റെ അറ്റ് ടൈംസ് എന്നാ പറയാ കേട്ടോ. അറ്റ് ടൈംസ് രണ്ടർത്ഥം, രണ്ട് യൂസേജസ് ഉണ്ട് നെസ്മലെ. അറ്റ് ടൈംസ് ചില സമയങ്ങൾ അല്ലെ, ചില സമയങ്ങളിൽ എന്ന്. അറ്റ് ടൈംസ് യൂസ് അല്ലെ, അറ്റ് ടൈംസ് ടെൽ ലൈസ് അല്ലെ. ചില സമയം ഞാൻ തെറ്റ് എന്റെ നെറ്റ് ഒന്ന് പോയി തിരിച്ചു വന്നു ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ ഡിലേ വന്നിട്ടുണ്ടാവും, ഒരു 4 സെക്കൻഡ് ഒക്കെ ചിലപ്പോൾ. ഓക്കെ, ഒരു ഡിലേ വന്നിട്ടുണ്ടാവും. സോ അതൊന്ന് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്തോണേ. ഒന്ന് റിഫ്രഷ് ചെയ്തോണേ എല്ലാവരും. ഒന്ന് റിഫ്രഷ് ചെയ്യുക. തിരിച്ച് ഞാൻ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ എത്തിയോന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അതാണ് ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ, പിന്നെ ഒന്നുകൂടെ ഓക്കെ ആകാതെ തോന്നല്ലേ. ഓക്കെ, നോട്ട് ഓക്കെ, എല്ലാം ഓക്കെ ആയിരുന്നു തോന്നുന്നു ഇപ്പോൾ. യെസ്, ആ ഡിലേ വരുന്നതിൻ്റെ അടുത്ത് ഞാനേ ഒരു 4 സെക്കൻഡ് ഡിലേ എന്തായാലും വരും കേട്ടോ. നമ്മൾ തമ്മിൽ ഒരു 4 സെക്കൻഡ് ഡിലേ എന്തായാലും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ചിലപ്പം ഞാൻ പറയുന്നത് കുറച്ച് ലേറ്റ് ആയിട്ട് നിങ്ങളുടെ എത്തത്തുള്ളൂ, അതുപോലെ നിങ്ങൾ പറയുന്നത് കുറച്ച് ലേറ്റ് ആയിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതൊന്നും നിങ്ങൾ എന്നെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അതാണ് ഈ നെറ്റിൻ്റെ ഒരു പ്രശ്നം. മഴ വെള്ളം വന്നാൽ പ്രശ്നം പാടും. ഓക്കെ, ലെറ്റ് മീ. അപ്പോൾ എവിടം വരെ എത്തിയായിരുന്നു? നെസ്മലിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത് എത്തിയല്ലേ. Yes, let's get back.
The judge castigated the criminal for his heinous. ഹെയ്നസിന്റെ സ്പെല്ലിംഗ് ഇതല്ല, HEINOUS ആണേ. ഹെയ്നസ് കേട്ടോ, മറ്റേ ഷ്യാമെ, ഹെയ്നസിന് HEIN NOUS കേട്ടോ, NOUS അതാണ് ഹെയ്നസ്. അതൊന്ന് ശ്രദ്ധിച്ചോണേ, സ്പെല്ലിംഗ് മാത്രം. And certain theories regarding law faced severe criticism. Okay. ചൈൽഡ്, യെസ്, സിനോണിം ആണ് ചൈൽഡ്. യെസ് അഖിൽ, നമ്മൾ അത് എവിടെയോ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു റിപ്രിമാൻഡിന്റെ മീനിങ് ആയിട്ടാണ് എൻ്റെ വിശ്വാസം. റിപ്രിമാൻഡ് മീനിങ് ആയിട്ട് ചൈഡിയ ഇതുണ്ടാകട്ടെ, സ്കോൾഡിയ എന്നാണ്. എല്ലാം കൂടി എഴുതാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതാത്താണ്. ചൈൽഡ് നമ്മൾ ഈ പറയുന്ന പോലെ ഫോമലായിട്ട് ഉപയോഗിക്കുന്ന വാക്കാ. ചൈൽഡ് സിനോണിം ആണ്, ബട്ട് നമ്മളത് എന്താ പറയാ, സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതാത്താണ്. എനിക്ക് തോന്നുന്നു നമ്മൾ റിപ്രിമാൻഡ് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ കാസ്റ്റിഗേറ്റ് പഠിച്ച. പക്ഷെ കാസ്റ്റിഗേറ്റ് വന്നാൽ ഇങ്ങനെ കാര്യങ്ങൾ എഴുതണമല്ലോ, അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ നമ്മൾ ഓരോ ദിവസം ഓരോ വർക്കുകൾ വരുമല്ലേ, അപ്പൊ അങ്ങനെയാണ് കാര്യം. Ria's achievement in the science exhibition got a great applaud. അപ്ലോഡ് ചെയ്യുക വെർബാണ് കേട്ടോ പാർവതി, അപ്ലോഡ് ചെയ്യുക വെർബ. അപ്ലോസ് ആണ് നൗൺ, അപ്ലോസ് കേട്ടോ. ഗ്രേറ്റ് അപ്ലോസ്, അംഗീകാരം, കൈയടി എന്നാണ് അപ്ലോസിന്റെ അർത്ഥം. APPLOUSE, അപ്ലോസ് നൗൺ, അപ്ലോഡ് ചെയ്യുക വെർബ്. ഓക്കെ അല്ലേ, മനസ്സിലായോ കേട്ടോ? അക്ലെയിം നൗണും ഉണ്ട് വെർബും ഉണ്ട്. അക്ലെയിം ചെയ്യുക. കോംപ്ലിമെന്റ് നൗണും ഉണ്ട് വെർബ് ഉണ്ട്. കമന്റ് നൗണും ഉണ്ട് വെർബും ഉണ്ട്. പക്ഷെ കമന്റിന്റെ നൗണ് മറ്റേത് എന്താ, ഈ കമന്റ് അല്ല, അത് ഇതിന്റെ അർത്ഥം പ്രശംസ, കമന്റേഷൻ ആണ്. കമന്റേഷൻ, COMMENDATION, കമന്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഗ്രേറ്റ് അപ്ലോസ് ആണ്, ശ്രദ്ധിക്കണേ പാർവതി. കാസ്റ്റിഗേറ്റിംഗ് ചിൽഡ്രൻ ഫോർ സിലി റീസൺസ് will adversely affect their growth. All right. Journalists castigate the speech of MLA. Okay. Being a single child is good actually. Scold or love, whatever, no one to share. Oh, എൻ്റെ പൊന്നെ, ആരാണത്? പാർവതിയാണോ? എൻ്റെ പാർവതി, എനിക്ക് ഒരിക്കലും തോന്നിയില്ല കേട്ടോ ഇങ്ങനെയുള്ളത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഇനി ഒറ്റ കുട്ടിയായിരുന്നു കൊള്ളാവോ? ഇല്ല, കാര്യം I have some examples in my friend circle. ഒറ്റ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. They are not good to deal with. അതുകൊണ്ട് I don't think I really want to be a single child. ഇല്ല, എനിക്ക് വഴക്കൂടാൻ ആള് വേണം. എന്നാലേ എനിക്ക് ഞങ്ങളെപ്പോഴും വിചാരിക്കും, ഞങ്ങളുടെ ഇടയിൽ പറയാട്ടോ, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അപ്പനും അമ്മയും പ്രശ്നം. They makes things complicated, but we are so united. ഞങ്ങൾ ഭയങ്കര രസമാണ്, ഞങ്ങൾ വഴക്കുണ്ടാക്കും, പക്ഷെ we are there for one another എപ്പോഴും. അതുകൊണ്ട് I really love to be born as a sibling to my siblings. എപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. Indira Gandhi was castigated for the 1975 emergency even now. Yes, she is. The postman castigated the thief for the violence he has created. അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. The postman castigated അല്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇന്നലെയല്ല മിനിഞ്ഞാന്നാണോ, ഇന്നലെയാണോ നമ്മൾ, ഇല്ല മിനിഞ്ഞാന്ന്. ഷിബ, the postman castigated, postman എന്ത് ചെയ്തു? കാസ്റ്റിഗേറ്റ് ചെയ്തു. ആരെ? തീഫിനെ കാസ്റ്റിഗേറ്റ് ചെയ്തു. എന്തിനായിരുന്നു? അയാൾ ക്രിയേറ്റ് ചെയ്ത വയലൻസിന്. അപ്പൊ അയാൾ ആദ്യമേ വയലൻസ് ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പൊ ഹാസ് ക്രിയേറ്റഡ് എന്ന് പറയുമ്പോൾ കാസ്റ്റിഗേറ്റ് ചെയ്തതിന് ശേഷം എന്ന് വരും. കാസ്റ്റിഗേറ്റഡ് സിമ്പിൾ പാസ്റ്റില്ല, സിമ്പിൾ പാസ്റ്റിന് ശേഷം പ്രസന്റ് പെർഫെക്റ്റ് അല്ല പാസ്റ്റ് പെർഫെക്റ്റ് അവിടെ കൊടുത്ത സെറ്റ്. ആദ്യം തീഫ് വയലൻസ് ക്രിയേറ്റ് ചെയ്തു, അത് കണ്ട് പോസ്റ്റ്മാൻ അയാളെ എന്ത് ചെയ്തു? കാസ്റ്റിഗേറ്റ് ചെയ്തു. അങ്ങനെ കൊടുക്കണം. The policeman castigated the thief for the violence he had created എന്ന് കൊടുക്കാം. ഓക്കെ ഷിബ, അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ സെൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഈ പറയുന്ന എന്താ ടെൻസിന്റെ സെൻസ് ഉണ്ടാവുക എന്നുള്ളത്. The police were castigated by the Honorable High Court for misbehaving with lawyers. Okay, for misbehaving to the lawyers ആണ്, not with. misbehave with somebody എന്ന് പറയില്ല. don't misbehave to him എന്ന് പറയാം. Being furious, the teacher castigated her students. Great. The lawyer castigated the clerk for not sending summons in the right time. All right. My sister never lost an opportunity to castigate me. അതാണ് സിസ്റ്റർഹുഡ്. അതാണ് സിസ്റ്റർഹുഡ്. ഞാൻ എൻ്റെ അനിയത്തി എപ്പോഴും, ഏറ്റവും ഉള്ള അനിയത്തി എപ്പോഴും, അവളെ അധികം കാസ്റ്റിഗേറ്റ് ചെയ്യാറില്ല, സ്കോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ടുള്ളതിനെ എപ്പോഴും കാസ്റ്റിഗേറ്റ് ചെയ്യണം. ഏറ്റവും ഉള്ളത് ചൂട് മെച്ചോടാ, ഏറ്റവും ഉള്ളത് എന്നെ പോലെയാ, വൈബ് രസാ ഞങ്ങളെ. പക്ഷെ നടക്കത്തുള്ള ഒരു വല്ലാത്ത ടീമാണെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ദാറ്റ്സ് ഗ്രേറ്റ്. അതാണ് സിസ്റ്റർഹുഡ്. യു ഹാവ് ടു ലവ് ഇറ്റ് അല്ല. ഇത് ഭയങ്കര രസാ. സിസ്റ്റർഹുഡിന്റെ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. യെസ്, അപ്പൊ ക്ലിയർ. സെന്റൻസുകൾ വായിച്ചു തീർത്തിട്ട് നമുക്ക് അടുത്തോട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പൊ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് അടുത്ത സെറ്റിലോട്ട് ലെറ്റ്സ് മൂവ്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ, കുറച്ച് സെന്റൻസ് കൂടെ വന്നല്ലേ, വായിക്കാം എന്നിട്ട് പോകാവേ. Let me see.
കേരള ഹൈക്കോർട്ടിന്റെ കെ ക്യാപിറ്റൽ വേണം അഖിലേഷ്, ഹൈക്കോർട്ടിന്റെ എച്ച് ക്യാപിറ്റൽ, കോർട്ടിന്റെ സി ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ വേണ്ട. കേരള ഹൈക്കോർട്ട് കാസ്റ്റിഗേറ്റ് അല്ല, കാസ്റ്റിഗേറ്റഡ് അല്ലെങ്കിൽ കാസ്റ്റിഗേറ്റ്സ്. കേരള ഹൈക്കോർട്ട് ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ്സ് നോട്ട് എ പ്ലൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ അഖിലേഷ്? അപ്പൊ എന്ത് കൊടുക്കണം? കേരള ഹൈക്കോർട്ട് കാസ്റ്റിഗേറ്റഡ് അല്ലെങ്കിൽ കാസ്റ്റിഗേറ്റ്സ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഫോർ നോട്ട് ടേക്കിംഗ് ആക്ഷൻ അഗൈൻസ്റ്റ് എ യൂട്യൂബർ ഹു മെയ്ഡ് അപ്പോൾ കാസ്റ്റിഗേറ്റഡ് മെയ്ഡ് എ പൂൾ ഇൻ ഹിസ് കാർ. യെസ്, എന്താ അല്ലേ? The court castigated mayor for not resolving waste problem. All right. Yes. Castigating the children for silly reasons will adversely affect their growth. Yes. അത് നമ്മൾ നേരത്തെ വായിച്ചതല്ലേ നെസ്മലെ? എനിക്ക് നിങ്ങൾ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ. ഇപ്പം നീ കുറച്ച് മുമ്പ് അതേ സെൻസ് നമ്മൾ വായിച്ച പോലെ. അടുത്ത വാക്കുക ബ്ലണ്ട്. കേട്ടിട്ടില്ലേ ബ്ലണ്ട്? ബ്ലണ്ട് എന്ന് പറയുന്നതിന് വേർബായിട്ടും ബ്ലണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഡോണ്ട് ബ്ലണ്ട് ഇറ്റ്. ഓക്കെ, അങ്ങനെ പറയാറുണ്ട്. ബ്ലണ്ട് ചെയ്യാറുണ്ട്. ഇറ്റ് ബ്ലണ്ടഡ് ദി പ്രോബ്ലം എന്നൊക്കെ പറയും. ഇറ്റ് ബ്ലണ്ടഡ് ദി എഫക്റ്റ്, ഇറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. ബ്ലണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിനെ ഡള്ളാക്കുക. ദാറ്റ് മീൻസ് അതിനൊക്കെ ആകെപ്പാടെ എന്താ പറയുക, ഒരു വീക്കാക്കി കളയുന്നൊരവസ്ഥ. അതാണ് ഡള്ളാക്കുക പറയാം. ഡൾ എന്ന അർത്ഥവും ബ്ലണ്ടിനുണ്ട്. ഇറ്റ് വാസ് എ ബ്ലണ്ട്. അതായത് ബ്ലണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വെസ്റ്റേൺ ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാൻ അല്ലേ, നമ്മൾ ഈ യാത്രകളൊക്കെ പോകുമ്പോഴൊക്കെ ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആണ്. യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രാവൽ വ്ലോഗ്സ് ആർ സോ കോമൺ. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ട്രാവലിംഗ്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പം എസ്പെഷ്യലി എബ്രോഡൊക്കെ പോകുമ്പോൾ വെസ്റ്റേൺ കൾച്ചറിലുള്ള ഫുഡ് നമ്മൾ ട്രൈ ചെയ്യും. ഐ വിൽ നോട്ട് സേ ഈസ്റ്റേൺ, നമ്മുടെ ഈസ്റ്റേൺ സൈഡിലോട്ട്. ഈസ്റ്റേൺ സൈഡിലെ ഫുഡ് എല്ലാം സ്പൈസി ഫുഡാണ്. ഈസ്റ്റേൺ സൈഡിലുള്ള ഫുഡിനൊക്കെ എന്തുണ്ട്? ഹാസ് ഫ്ലേവേഴ്സ്, എല്ലാത്തിനും ഉണ്ടല്ലേ. പക്ഷേ വെസ്റ്റേൺ സൈഡ് ഡസൻ ഹാവ് ദാറ്റ്, അതല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എപ്പോഴും പറയുക ഇറ്റ് ഹാസ് എ ബ്ലണ്ട് ടേസ്റ്റ്, ഇറ്റ് ഹാസ് എ ബ്ലണ്ട് ടേസ്റ്റ് എന്നൊക്കെ പറയും നമ്മൾ. ബ്ലണ്ട് ഫ്ലേവർ ഒക്കെ പറയും. ഇറ്റ്സ് ബ്ലണ്ട് എന്നൊക്കെ പറയും. അപ്പം ബ്ലണ്ടിന്റെ അഡ്ജക്റ്റീവ് സെൻസിൽ പറയുമ്പോൾ ബ്ലണ്ട് മീൻസ് വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള, സ്ട്രേറ്റ് ഫോർവേഡ്, പ്ലെയിൻ ആണ്. പ്ലെയിൻ സ്പോക്കൺ, അബ്രപ്റ്റ് ആണ്, പ്ലെയിൻ ആണ്. ഇറ്റ്സ് ഡൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫുഡിന്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താ ഡേയുടെ കാര്യം പറയുക, ഇറ്റ്സ് എ ബ്ലണ്ട് ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡൾ ഡേ, ബോറിംഗ് ഡേ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ്സ് എ പ്ലെയിൻ ഡേ, പ്രത്യേകിച്ചൊന്നുമില്ല, പ്ലെയിൻ ആണ്. നത്തിങ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഫ്രാങ്ക്, ഓപ്പൺ ആയിട്ട് ഭയങ്കര ഇതായിട്ടുള്ള സാധനം. ബ്ലണ്ട് ഓർത്തോണ്ട് ഓപ്പൺ, സ്ട്രേറ്റ് ഫോർവേഡ്, പ്ലെയിൻ സ്പോക്കൺ ഒക്കെ. ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ആക്കിയത് നിങ്ങൾക്ക് സെന്റൻസ് കണ്ടോട്ടോ. ഇത് കഴിഞ്ഞ് ഉടനെ നമ്മൾ വീഡിയോ ഓൺ ആക്കുവേ. സ്ട്രേറ്റ് ഫോർവേഡ്, പ്ലെയിൻ സ്പോക്കൺ, അബ്രപ്റ്റ് അങ്ങനെയൊക്കെ കേട്ടോ. അതല്ലാതെ മറ്റേ അർത്ഥം കൂടെ ഉണ്ട്. അത് ഞാനൊന്ന് എഴുതിയേക്കാം. ഭയങ്കര ഡള്ളായിട്ടുള്ള എന്നുള്ള അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലും പറയും. ഓക്കെ, അതുപോലെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള പറയും. വളരെ പ്ലെയിൻ ആയിട്ട്, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, അൺഇൻസ്പയറിംഗ് ആണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള, ഇൻസിപ്പിഡ് ആണ്. ഇൻസിപ്പിഡ്, അൺഇൻസ്പയറിംഗ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ആകെപ്പാടെ ടേസ്റ്റ്ലെസ്. സോറി, ഇൻസിപ്പിഡ്. ഓക്കെ, ആ അർത്ഥമുണ്ട് കേട്ടോ, അതാണ് പറയുന്നത്. അപ്പൊ ഇതിന് പല അർത്ഥങ്ങളുണ്ട്, അതാണ് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അടുത്തത് വേർബായിട്ട് പറയുമ്പോൾ റെഡ്യൂസ് ചെയ്യുക, ഡൾ ചെയ്യുക, വീക്കൻ ചെയ്യുക, നമ്മാക്കുക. അതാണ് നം, നോട്ട് നമ്പ്, നം കേട്ടോ. ബി സൈലന്റ്. തമ്പില് നമ്മൾ പറയാം തമ്പ് ഇംപ്രഷൻ. ഇറ്റ്സ് നോട്ട് തമ്പ് ഇംപ്രഷൻ, ഇറ്റ്സ് യുവർ തമ്പ് ഇംപ്രഷൻ. അപ്പം ഡോണ്ട് ബി ഡം പറയില്ല, ഡംബായിട്ടിരിക്കലെന്ന് പറയും. ഡോണ്ട് ബി ഡം, അതാണ് നം, അങ്ങനെയാണ്. ഓക്കെ, ഇനി കീപ് മം പറയില്ല, അതുപോലെ MUMB, മം ആണ്. ആന്റണിം ഇതാണ്. ബ്ലണ്ടിന്റെ അഡ്ജക്റ്റീവ് ആകുമ്പോൾ ഡിപ്ലോമാറ്റിക് അല്ലേ, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്. സ്ട്രേറ്റ് ഫോർവേഡ് അല്ല, നേരെ തുറന്ന് പറയില്ല, രണ്ടിടത്തും നിൽക്കും. ടാക്ട്ഫുൾ ആണ്, അത്യാവശ്യം ബുദ്ധിപരമായിട്ട് നിൽക്കും. ആൻഡ് അഗൈൻ ഡള്ളായ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഷാർപ്പ്, പോയിന്റഡ് എന്ന് പറയും. ഒരു ഒരു ബ്ലണ്ട് ആയിട്ടുള്ള നൈഫാണ്. ഹി യൂസ്ഡ് എ ബ്ലണ്ട് നൈഫ്. ബ്ലണ്ട് നൈഫ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള, ഡൾ ആയിട്ടുള്ളതാണ്. ഷാർപ്പ് ആകുമ്പോൾ നല്ല ഫീച്ചേഴ്സ് ഉള്ള, പോയിന്റഡ് ആയിട്ടുള്ള. ദാറ്റ്സ് എ ഡിഫറൻസ് കേട്ടോ. മനസ്സിലായല്ലോ അതെന്താണ്? അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ വീക്കൻ ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഷാർപ്പൻ ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യാന്ന് വരും. അപ്പൊ ബ്ലണ്ട് മറക്കല്ലേ, ഇറ്റ്സ് എ വേർബ് ആൻഡ് ആൻ അഡ്ജക്റ്റീവ് as well. സോ എക്സാമ്പിൾ നോക്കിയേ. വാട്ട് ഹി സെഡ് വാസ്, അവൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, വാസ് എ ബ്ലണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്, പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്, ഫ്രാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. അവൻ പറഞ്ഞു വളരെ ബ്ലണ്ട് ആയിട്ടുള്ള ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ്. ഫ്ലേവർ ഒന്നും ഇട്ടിട്ടില്ല അല്ലെ, നോ ഫ്ലേവർ ആഡഡ്, നോ കളർ ആഡഡ്.
ഇറ്റ് വാസ് സോ ഫ്രാങ്ക്, അത്രേ ഉള്ളൂ. ബ്ലണ്ടിന്റെ അർത്ഥം പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇറ്റ് സ്ട്രേറ്റ് ഫ്രം ദ അവൻ എന്ന് പറയില്ല അതുപോലെ. ഓക്കെ, അടുത്ത് ദ മഷി മ്യൂസിക് ബ്ലണ്ടഡ്, നോക്കണേ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ, ദ മഷി മ്യൂസിക് ബ്ലണ്ടഡ് ദ എഫക്ട് ഓഫ് ദി ട്രാജിക് സീൻ ഓഫ് ദ മൂവി. മൂവിയുടെ ട്രാജിക് സീനിന്റെ എഫക്റ്റിനെ ബ്ലണ്ട് ചെയ്ത് കളഞ്ഞു, വീക്കൻ ചെയ്ത് കളഞ്ഞു, ഡള്ളാക്കി കളഞ്ഞു. എന്ത്? മഷി മ്യൂസിക്. ചില സമയത്ത് നമുക്ക് തോന്നില്ലേ, എന്റെ പൊന്ന് ഇതിന്റെ BGM അല്ലെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ത് ഇങ്ങനെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇച്ചിരി ഓവർ ആയിട്ടില്ലേ? നമ്മളിപ്പോ മൂവി ഇപ്പൊ കുറച്ചുകൂടി ശ്രദ്ധിക്കും, ടെക്നിക്കാലിറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങി. സോ വി അണ്ടർസ്റ്റാൻഡ്, എന്ത് മനസ്സിലാവും നമുക്ക്, ടെക്നിക്കാലിറ്റി. ചില സമയത്ത് നമ്മൾ പറയും അല്ലെ, ഇതിന്റെ BGM ഇച്ചിരി ഓവറായി, ആ സമയത്ത് ആ സ്ഥലത്ത് ആ BGM ഇച്ചിരി കുറയ്ക്കാമായിരുന്നു, അത് കുറച്ചിരുന്നെങ്കിൽ എന്തായനെ, കുറച്ചുകൂടെ ആ സീൻ എഫക്റ്റ് വന്നേനെ, ആ സീനിന്റെ ഡയലോഗ് ഡെലിവറി ഒരു മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദിസ് BGM എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആണല്ലോ, അത് ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ അതൊന്നും ഞാൻ ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ സെന്റൻസും കണ്ടു. ഇനി ഞാൻ എന്റെ വീഡിയോയിലോട്ട് വരാം ആൻഡ് ഐ വിൽ റീഡ് യുവർ സെന്റൻസസ്. ഓക്കെ, ലെറ്റ്സ് സീ എവിടെ നമ്മൾ എത്തി. കാസ്റ്റിഗേറ്റിംഗ്, അവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. മൈ മദർ ഓൾവേസ് ഞാൻ വീണ്ടും ആതിര, മദർ അമ്മ സിംഗുലർ ആണ്, വെർബ് സിംഗുലർ ആണ്, അപ്പൊ കൊടുക്കേണ്ടത് മദർ ഓൾവേസ് കാസ്റ്റിഗേറ്റ്സ് മീ എന്ന് കൊടുക്കണം. മൈ മദർ ഓൾവേസ് കാസ്റ്റിഗേറ്റ്സ് മീ, കാസ്റ്റിഗേറ്റിന് വേർബ് വേണം. കാസ്റ്റിഗേറ്റ്സ് മീ ഫോർ നോട്ട് സ്റ്റഡിങ് യൂണിവേഴ്സിറ്റി എക്സാം, ഫോർ നോട്ട് സ്റ്റഡിങ് അല്ല, ഫോർ നോട്ട് സ്റ്റഡിങ് ഫോർ ദ യൂണിവേഴ്സിറ്റി എക്സാംസ് നെക്സ്റ്റ് മന്ത്. ഇന്നല്ല, ഇന്നോടെ വേണ്ട, ഇൻ നെക്സ്റ്റ് മന്ത് ഇല്ല. ഞാൻ അത് അഡ്വേർബിന്റെ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടേ. ഇന്ന് നമ്മൾ അഡ്വേർബിന്റെ ചാപ്റ്റർ മാത്രമല്ല, ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, അഡ്വേർബ് ഓഫ് പ്ലേസിന്റെ കൂടെ അഡ്വേർബ് ഓഫ് ടൈമിന്റെ മുമ്പിലൊന്നും നമ്മൾ എന്ത് ഇട്ടില്ല, പ്രിപ്പോസിഷൻ ഇട്ട് കൊടുക്കില്ല. നെക്സ്റ്റ് മന്ത് ഒരു അഡ്വേർബ് ആണ്, അഡ്വേർബ് ഓഫ് ടൈം ആണ്, ടൈമിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അഡ്വേർബ് ആണ്. നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് വീക്ക് ഒക്കെ. അപ്പൊ എന്താ കൊടുക്കണം അറിയോ? ആതിര മൈ മദർ ഓൾവേസ് കാസ്റ്റിഗേറ്റ്സ്. ആദ്യത്തെ മിസ്റ്റേക്ക് കാസ്റ്റിഗേറ്റ്സ് എന്ന സിംഗുലർ വേർബ് കൊടുത്തില്ല. രണ്ടാമത്തെ ഫോർ നോട്ട് കഴിഞ്ഞിട്ട് കാസ്റ്റിഗേറ്റ് കൊടുക്കണം കേട്ടോ, വെർബും കൂടെ ഒബ്ജക്റ്റും കൂടെ കൊടുക്കണം. മൈ മദർ കാസ്റ്റിഗേറ്റ്സ് മീ, ഒബ്ജക്റ്റ് കൊടുക്കണം. രണ്ടാമത്തെ മിസ്റ്റേക്ക് ഫോർ നോട്ട് സ്റ്റഡിങ്, എന്നോട് പഠിക്കാത്തത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി യൂണിവേഴ്സിറ്റി എക്സാംസ്, യൂണിവേഴ്സിറ്റി എക്സാംസിന് വേണ്ടി പഠിക്കാത്തത് അല്ലെ, ഫോർ ദി യൂണിവേഴ്സിറ്റി എക്സാംസ് നെക്സ്റ്റ് മന്ത്. ഇന്നോടെ കട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. മിസ്റ്റേക്ക് അവിടെ കണ്ടോ? 4 മിസ്റ്റേക്സ് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. യാ, censored, censured the film for explicit display of vulgarity. Scold ചെയ്തു എന്നല്ല, ക്രിറ്റിസൈസ് ചെയ്തു. A CM castigated media person whenever they face off. All right. Our education minister is popular for his blunt statements. Okay. Blunt reply made by the politicians are quite enticing. Nesmale, blunt reply അല്ലേടാ, ബ്ലണ്ട് റിപ്ലൈസ് ആണെങ്കിൽ ഓക്കെ, പ്ലൂറൽ കൊടുത്തോ, 6 കൊടുക്കാം. നീ അവിടെ പൊളിറ്റീഷ്യൻസിനെ നോക്കിയിട്ട് 6 കൊടുക്കുന്നത്. പൊളിറ്റീഷ്യൻസ് അല്ല അവിടെ സബ്ജക്ട്. കാരണം എന്താ, സബ്ജക്ട് അവിടെ എന്താ, ബ്ലണ്ട് റിപ്ലൈയില് റിപ്ലൈ ആണ് സബ്ജക്ട്. സോ റിപ്ലൈ സിംഗുലർ അല്ലേ, അപ്പൊ അവിടെ ഈസ് കൊടുക്കണം. ബ്ലണ്ട് റിപ്ലൈ മെയ്ഡ് ബൈ ദ പൊളിറ്റീഷ്യൻസ് ഇസ് ക്വൈറ്റ് എൻറ്റൈസിങ്. കേട്ടോ, ശ്രദ്ധിക്കാം. ഹി വാസ് എ ബ്ലണ്ട് പേഴ്സൺ. യാ, ദാറ്റ്സ് വൈ ഓൾ പീപ്പിൾ ലവ്ഡ് ഹിം വെരി മച്ച്. യെസ്, ഹി വാസ് എ ബ്ലണ്ട് പേഴ്സൺ പറയും കേട്ടോ, ബ്ലണ്ട് പറയും. പിന്നെ സ്ട്രേറ്റ് ഫോർവേഡ് എന്ന മീനിങ് പറഞ്ഞു ലക്ഷ്മി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലണ്ട് നമ്മൾ എന്താ പറയാ, പകരം ഫോർത്രൈറ്റ് ആണെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ നല്ലത്, സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. മനസ്സിലായോ? നമ്മൾ പോലെ ഏറ്റവും അപ്രോപ്രിയേറ്റ് വേർഡിൽ പറയുമ്പോൾ ബ്ലണ്ടിനെക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതാ. കാര്യം വെച്ചാൽ ബ്ലണ്ടിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ടല്ലോ, ഡള്ള്, ഇൻസിപ്പിഡ്, ബോറിംഗ് എന്ന അർത്ഥം കൊണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ വരും. സോ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരാളുടെ ബ്ലണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, ഒരാളുടെ ബ്ലണ്ട് റിപ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ. ബോറിംഗ് റിപ്ലൈ എന്ന് അവിടെ വരില്ല. ഒരാളുടെ പേഴ്സണാലിറ്റിയെ പറ്റി, ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ പറയുമ്പോൾ ബ്ലണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ആ ഒരു അപ്രോപ്രിയേറ്റ് വേർഡിൽ അത് കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആയി മാറുന്നതുകൊണ്ട് കേട്ടോ. ബ്ലണ്ടർ, ബ്ലണ്ടർ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അതല്ല പറഞ്ഞത്, എന്ത് പൊട്ടത്തരമാടാ നീ പറയുന്നത് എന്ന് പറയില്ലേ. ബ്ലണ്ടർ ഇതുമായിട്ട് റിലേറ്റഡ് ആണോ ചോദിച്ചാൽ ഈ വേർഡുമായിട്ട് റിലേറ്റഡ് അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇതിന്റെ നൗൺ അല്ല ബ്ലണ്ടർ, ശ്രദ്ധ, അത് ഡിഫറെന്റ് ആണ്. ബ്ലണ്ട് ഇതുമായിട്ട്, ബ്ലണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഡൾ എന്ന രീതിയിൽ പറയാം. പക്ഷെ ബ്ലണ്ടർ ഇസ് എന്താ പറയാ, ഗ്രേറ്റ് മിസ്റ്റേക്കിനാണ് ബ്ലണ്ടർ എന്ന് പറയാം. അതും ഇതുമായിട്ട് ബന്ധമില്ല, അതിന്റെ നൗണും അല്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അതല്ല കേട്ടോ ശ്രദ്ധ. ഓക്കെ, അതായിരുന്നു ചോദിച്ചല്ലേ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അവിടം വരെ സെറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് അടുത്ത വേർഡിലോട്ട് കേട്ടോ. നെക്സ്റ്റ് വേർഡ് ഇസ് ഡെന്റ്, DENT, ഡെന്റ്. ഓക്കെ, ഡെന്റ്. ഈ ഡെന്റിന്റെ അർത്ഥം എന്നാന്ന് അറിയുമോ? കുഴി എന്ന് പറയും. ഐ സോ എ ഡെന്റ് ഓൺ ദ റൂഫ്. റൂഫിൽ ഞാനൊരു കുഴി കാണുന്നു അല്ലേ, ഒരു ഇത്, ഒരു ഫിഷ്, ഒരു ചെറിയൊരു
ഹോൾ, കുഴി എന്നല്ല, ഹോൾ, ദ്വാരം, അതാണ് ഉദ്ദേശിച്ചത്. കുഴി നമ്മൾ പറയുന്ന കുഴിയും പറയും, പക്ഷെ കുഴി ആ സെൻസിലല്ല അല്ലേ. നമ്മളൊരു റൂഫിൽ കുഴി കാണുമെന്ന് പറയില്ല, റൂഫിൽ ഒരു ഹോള് കാണുമെന്നല്ലേ പറയില്ലേ, ഓട്ട കാണുമെന്ന് പറയുന്നത് അല്ലേ, അതാണ്. പക്ഷെ കുഴി താഴെ ഗ്രൗണ്ടിലാണെങ്കിൽ ഹോൾ എന്ന്, കുഴി എന്ന് മലയാളത്തിൽ പറയാം. ഈ മലയാളത്തിലും നമ്മൾ ഗ്രാമർ ശ്രദ്ധിക്കണം, എന്താ ചെയ്യുക. സോ ഡെന്റിന്റെ ഒരു പ്രത്യേകത ഇസ് നൗൺ ആയിട്ട് പറയുമ്പോൾ ഡിപ്രഷൻ എന്നൊരർത്ഥമുണ്ട്. ഡിപ്രഷൻ സെൻസ് എന്താ പറയുക, കുറവ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ കുറവ് എന്ന് പറയും. ആൻഡ് ഡിമിനിഷ് ചെയ്യുക, വേർബും ഉണ്ട്. സെയിം സാധനം നൗൺ ആൻഡ് വേർബ് ആയിട്ട് ഉപയോഗിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അക്ലെയിം നൗൺ ആൻഡ് വേർബ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് ചില വേർഡുകൾ ഞാൻ എപ്പോഴും പറയും, അത് നൗൺ ആൻഡ് വേർബ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറയില്ലേ, അതേപോലെ ഡ്രോപ്പ്, അതുപോലെ ഡ്രോപ്പ് ഇറ്റ് പറയില്ലേ, അതുപോലെ ഡ്രോപ്പ്, ദർ ഇസ് എ ഡ്രോപ്പ് ഇൻ ദി ക്ലൈമറ്റ് ടുഡേ, അത് വെദർ ടുഡേ എന്നൊക്കെ പറയില്ലേ, ആ ഡ്രോപ്പ്, അത് ഹീറ്റ് ടുഡേ, ടെമ്പറേച്ചർ ടുഡേ ഒക്കെ പറയും, ഡ്രോപ്പ്, കുറവ് എന്നുള്ള. സോ അതേപോലെ ഡെന്റ് നൗൺ ആയിട്ട് വേർബ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ റെഡ്യൂസ് അങ്ങനെയല്ല, റെഡ്യൂസ് നൗണല്ല, വേർബാണ്, റിഡക്ഷൻ ആണ് നൗൺ, മനസ്സിലായോ. അതാണ് ഡെന്റിന്റെ അർത്ഥം. അപ്പൊ ഡെന്റ് നൗൺ ആൻഡ് വേർബ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതികൾ പറഞ്ഞുതരാവേ. ഒന്ന് ഡിപ്രഷൻ ആൻഡ് ഡിമിനിഷ് നോക്കാം. അപ്പൊ അതിന്റെ കുറവെന്ന് പറയുമ്പോൾ റിഡക്ഷൻ, ഡ്രോപ്പ് എന്നൊക്കെ പറയാം. അതല്ലാതെ ഒരു ക്യാവിറ്റി, കുഴി, ഓട്ട അങ്ങനെയൊക്കെ അർത്ഥം അല്ലെ. കുഴി, ഓട്ട അത് തന്നെയല്ലേ, അത് തന്നെ. ഹോൾ അല്ലേ, ആ അർത്ഥത്തിൽ പറയും. അതും നമുക്ക് ഡെന്റിൽ പറയും. നൗൺ ആയിട്ട് വരുമ്പോൾ മാത്രമേ. വേർബ് ആയിട്ട് വരുമ്പോൾ ഒരു മീനിങ്ങേ ഉള്ളൂ, കുറവ്, ഡിമിനിഷ്, റിഡ്യൂസ്, ലെസൺ, ഡിക്ലൈൻ, ഡിക്രീസ്, അങ്ങനെയാ. ഓക്കെ, അത് തന്നെ പറയും. അപ്പോൾ ആന്റണിയുമായിട്ട് വന്നാൽ നമ്മളൊരു കാര്യത്തിന്റെ കുഴിവ് എന്ന് പറയുമ്പം അതിന്റെ പ്രൊജക്ഷൻ, കുഴിവ് ഓട്ട വന്നിരിക്കുകയാണ്, കുഴി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഡെന്റ്. കുഴി വന്നു, ഒരു കുഴി വന്നു, കുഴി, അതാണ് കേട്ടോ. അപ്പം അതിൻ്റെ പ്രൊജക്ഷൻ വരും, അത് പ്രൊട്രൂഡ് ചെയ്തു, ദസ് എ ബൾജ്, അത് പറയില്ല, പ്രൊജക്ഷൻ, ബൾജ് ഒക്കെ പറയും, അത് ഒരർത്ഥം. കെയിംബർ, റൈസ്, ഇൻക്രീസ് ഒക്കെ അതെ. കെയിംബർ, റൈസ്, പ്രൊജക്ഷൻ മറ്റൊരു അർത്ഥം കൂടി ഉണ്ട്, എന്താണ്, ഇൻക്രീസ് എന്ന അർത്ഥം കൂടി. പ്രൊജക്ഷൻ, ഇൻക്രീസ്, ദസ് എ പ്രൊജക്ഷൻ ഇൻ ദ ഷെയർ മാർക്കറ്റ്, ഷെയർ വാല്യൂ ഒക്കെ പറയില്ലേ, ആസാനം കേട്ടോ. പ്രൊജക്ഷൻ ഇൻക്രീസ് എന്നൊരു അർത്ഥമുണ്ട്, റൈസ് എന്ന അർത്ഥമുണ്ട്, അർത്ഥം വെച്ചോണം സെയിം. ഇൻക്രീസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, പ്രൊജക്ഷൻ പോലെ എക്സ്പാൻഷൻ ഒക്കെ പറയും കേട്ടോ. ബൂസ്റ്റ് ചെയ്യുക ഒക്കെയാണ് വേർബായിട്ട് വരുന്നത്. മീനിങ് നൗൺ ആൻഡ് വേർബ് ആയിട്ട് വരും. നൗണിന് രണ്ടർത്ഥം ഉണ്ട്, അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. രണ്ടർത്ഥമുണ്ട്, കൂടുതൽ, ഇൻക്രീസും ഉണ്ട്, കൂടുതലും ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ കുഴിയുണ്ട്, അതാണ് വ്യത്യാസം. സോ രണ്ട് സെന്റൻസ് എക്സാമ്പിൾ പറയാവേ. ദർ വാസ് എ ബിഗ് ഡെന്റ് ഇൻ ദ ഹുഡ് ഓഫ് ദ കാർ വേർ ഇറ്റ് ഹാഡ് ഹിറ്റ്. എവിടെയാണോ കാർ ഇടിച്ചത് അവിടെ എന്തുണ്ട്, സോറി കേട്ടോ, മറന്നു ഞാൻ ഇന്ന് DND മോഡിൽ ഇടാൻ മറന്നു, സോ സോറി. ദർ വാസ് എ ബിഗ് ഡെന്റ്, ഒരു കുഴിവുണ്ട്, ഇൻ ദ ഹുഡ് ഓഫ് ദ കാർ, കാറിന്റെ ഹുഡിൽ, കാറിന്റെ മുകളിൽ ഒരു എവിടെയാണോ ഇടിച്ചത് ആ ഹിറ്റ് ചെയ്തെടുത്ത് ഒരു കുഴിവുണ്ട് കേട്ടോ. ദാറ്റ്സ് ഇറ്റ് അല്ലെ. വണ്ടി ആക്സിഡന്റ് വരുമ്പോൾ നമ്മൾ സംഭവിക്കുന്നതായിരിക്കും. This neither deterred him nor dented his enthusiasm. This neither deterred him, this neither prevented him, deterred, prevent, yeah, nor dented his enthusiasm. Dented means കുറയ്ക്കൽ, lessened his enthusiasm. മീനിങ് ക്ലിയർ അല്ലേ? രണ്ട് യൂസേജ്, നൗൺ ആയിട്ട് ഉപയോഗിക്കും, വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മീനിങ് ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓർത്ത് വെച്ചോണേ. അതാണ് ഞാൻ ഡെന്റ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഡെന്റ് ഞാൻ ഇതിലും പറഞ്ഞിട്ടുണ്ട്, എഡിറ്റോറിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ എഡിറ്റോറിയൽ സമയത്ത് പെട്ടെന്ന് പറഞ്ഞു വിടും അല്ലേ. വിൽ നെവർ ഗെറ്റ് ടു സേ ദി റിയൽ മീനിങ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഈ കൺഫ്യൂസിങ് വേർഡ്സ് കൂടി ഇവിടെ ചെയ്തു പോകും. വിൽ ഗെറ്റ് ടൈം ടു അഡ്രസ് ദാറ്റ് യോർസെൽഫ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കി പോകാനും കൂടെ ഒരു അവസരം കിട്ടുന്നുണ്ട്. സോ ഐ റിയലി ലൈക്ക് ദാറ്റ്. അതാണ് ഇവിടെ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് നിങ്ങൾക്കും അത് ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് പോവാം. എവിടം വരെ എത്തിയായിരുന്നു? കുറെ ഉണ്ടല്ലേ. ഓക്കെ. സം പീപ്പിൾ സ്പീക്സ് ഓഫ്. അയ്യോ ശ്യാമേ, നീ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് കല ഉടക്കല്ലടാ. പീപ്പിൾ പ്ലൂറൽ അല്ലേ, അപ്പൊ പീപ്പിളിനോട് സ്പീക്സ് കൊടുക്കോ? സ്പീക്ക്. സം പീപ്പിൾ സ്പീക്ക് ഇൻ എ ബ്ലണ്ടർ മാനർ. ഓക്കെ, ബ്ലണ്ട് മാനർ, സോറി ബ്ലണ്ടർ, ഇൻ ബ്ലണ്ട് മാനർ. ബ്ലണ്ടർ എൻ്റെ തലയിൽ കിടക്കുക, നേരത്തെ സെന്റൻസ് കണ്ടു ഞാനിപ്പോൾ വേർഡ്, അതുകൊണ്ട്. പീപ്പിൾ ഇൻ ഡെസേർട്സ് ലിവ് എ ബ്ലണ്ട് ലൈഫ്, പ്ലെയിൻ ലൈഫ്. ഓക്കെ, നൊമാഡ്സ് പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാ. ബ്ലണ്ട് റിപ്ലൈസ് ക്വയറ്റ്, results in, quiet results in, no, quiet results in, ആ ക്വയറ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കറക്റ്റ് അല്ല. ബ്ലണ്ട് റിപ്ലൈസ് റിസൾട്ട്സ് ഇൻ ക്വയറ്റ് ബ്ലണ്ടേഴ്സ് എന്ന് കൊടുത്തു. അതാകുമ്പോൾ കുറച്ചുകൂടെ സാധാരണ ബ്ലണ്ടേഴ്സ് അല്ല, ആ ക്വയറ്റ് അല്ല ക്വയറ്റ് കൊടുക്കണ്ടേ.
അത് യൂസേജ് തെറ്റ്. ആ ക്വൈറ്റ് അവിടെ വേണ്ട, ക്വൈറ്റ് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ് അവിടെ കേട്ടോ, അത് മാറ്റാം. അവിടെ പിന്നെ ഒരു പ്രശ്നമുണ്ട്, നസ്മൽ ഇപ്പോൾ 2-3 തവണ തെറ്റിക്കുന്നതെന്ന് അറിയോ, കോൺകോഡ്. റിപ്ലൈസ് പ്ലൂറൽ അല്ലടാ നീ പറയണേ, അപ്പൊ അതിൻ്റെ കൂടെ ഇങ്ങനെ റിസൾട്ട്സ് എന്ന സിംഗുലർ വേർബ് വരിക. നോക്കിയേ ഡിഫറൻസ് മനസ്സിലായോ? ഇന്ന് എല്ലാവർക്കും കോൺകോഡ് തെറ്റുക. എന്ത് പറ്റി ഇന്നെന്തോ സംതിങ് ഇസ് റോങ്. എല്ലാവർക്കും കോൺകോഡ് കംപ്ലീറ്റ്ലി നേരത്തെ പിടിച്ച് തെറ്റുക. ബ്ലണ്ട് റിപ്ലൈസ് പ്ലൂറൽ, അതിൻ്റെ കൂടെ വേർബ് സിംഗുലർ കൊടുക്കുവോ? ഇല്ല, പ്ലൂറൽ തന്നെ കൊടുക്കൂ. ബ്ലണ്ട് റിപ്ലൈസ് റിസൾട്ട് ഇൻ ബ്ലണ്ടേഴ്സ് കൊടുക്കുക. Okay, she was very blunt in her talk. Okay, the wrong casting of actors blunted the charm of the movie. That's great. Everybody was surprised with her blunt reaction to the news of surprised at alle, surprised at the surprised at, yes, at the blunt reaction to the news of accident. പെട്ടെന്ന് ഞെട്ടിയതല്ലേ, അപ്പോൾ അത് അറ്റ് കൊടുക്കുക നമ്മൾ. She gave a blunt reply to the advice. All right. Expected ഏതിൻ്റെ റിയാസെ നമ്മൾ പറയുന്നത് 4 മാസത്തിനുള്ളിൽ നിന്നാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഏപ്രിൽ അവസാനമാണ്, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒന്നെങ്കിൽ ജൂലൈയിൽ ലാസ്റ്റോടെയോ ഓർ ഓഗസ്റ്റിലോ എക്സാം കാണണം, അങ്ങനെയാണ് വരല് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും വി ഹാവ് നോ ടൈം ലെഫ്റ്റ്, സോ മച്ച് ടൈം ഇല്ല നമുക്ക്, അതിനുള്ള സമയമില്ല. എപ്പോഴാണോ നമുക്ക് ഇത് വരിക അപ്പോഴേക്കും നമുക്ക് പിന്നെ റിവിഷനുള്ള സമയമായിരിക്കും, എക്സാമിന് ഉള്ള ഡേറ്റ് വരെ, അന്ന് പിന്നെ റിവിഷനുള്ള സമയം. പിന്നെ ജിനു വാസ് വെരി ടാക്ട്ഫുൾ ഇൻ ഡീലിംഗ് വിത്ത് ഹിസ് സുപ്പീരിയേഴ്സ്. ഓക്കെ, most of our politicians were blunted without knowing well. All right, clear. There was a huge rent near the playground of my school. Okay, EVM scams created a dent in the democratic electioneering process. Yes. The depression in rain and moisture resulted in major heat wave in the country. Yes, depression കുറവ്, reduction. Yes, clear. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ അടുത്ത വേർഡ് റിട്രീറ്റ്. റിട്രീറ്റ് ചെയ്യുക ഓർ റിട്രീറ്റ്, നമ്മൾ കേട്ടോ റിട്രീറ്റ്, റിവൾഷൻ, വിഡ്രോവൽ, അതാണ് റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ, അല്ലെ തിരിഞ്ഞു പോവല്, അതിനാണ് റിട്രീറ്റ് എന്ന് പറയാം. റിട്രീറ്റ് ചെയ്യുക എന്നും പറയും, റിട്രീറ്റ് എന്ന നൗണും ഉണ്ട്. സോ വിഡ്രോവൽ അല്ലെങ്കിൽ റിട്ടയർ, അതാണ് നമ്മൾ അതിനെ മീനിങ് ആയിട്ട് പറയാം, നൗൺ ആൻഡ് വേർബ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഡെന്റ് നൗൺ ആൻഡ് വേർബ് ആണ്, റിട്രീറ്റ് നൗൺ ആൻഡ് വേർബ് ആണ്. ഹി റിട്രീറ്റഡ് എന്ന് പറയാം, ഹിസ് റിട്രീറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ. ഓ, ഞാനവിടെ നൗണിന്റെ ഒരു എക്സാമ്പിൾ ഇട്ടിട്ടില്ല, അപ്പൊ ഞാനിങ്ങനെ പറയാം, his retreat from the council was unpredicted. Was unpredicted, predict ചെയ്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് കേട്ടോ, അൺഎക്സ്പെക്റ്റഡ്. അവിടെ ഞാൻ കൊടുത്തപ്പോൾ റിട്രീറ്റ് എന്തായി, നൗൺ സ്ഥാനത്ത്. ഞാൻ നൗൺ സ്ഥാനത്തുള്ള എക്സാമ്പിൾ കൊടുക്കാത്തതുകൊണ്ടിട്ടാണ്. സോ എക്സാമ്പിൾ നോക്കുക, റിട്രീറ്റ്, റിവൾഷൻ, റിസെഷൻ, പുൾ ഔട്ട്, വിഡ്രോവൽ, സെയിം സാർ. അപ്പൊ വേർബായിട്ട് വരുമ്പോൾ വിഡ്രോ ചെയ്യുക, ഗോ ബാക്ക്, തിരിച്ചു പോവുക, ഫ്ലീ ചെയ്യുക, എസ്കേപ്പ് ചെയ്യുക ഒക്കെ പറയാട്ടോ. ഫ്ലീ ചെയ്യാം, ഫ്ലീ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മള്, ഒറ്റ ഓട്ടം അല്ലെ, തിരിച്ചോടുകയാണ്, അതിനാണ് ഫ്ലീ ചെയ്യുക പറയാം. എസ്കേപ്പ് ചെയ്യാം, റിസീഡ് ചെയ്യുക ഒക്കെ പറയാം. നമ്മൾ പറഞ്ഞില്ലേ സുനാമി വരുന്നതിന് മുമ്പ് 2004 അല്ലേ, സുനാമിയുടെ മുമ്പ് നമ്മൾ ഓർക്കുന്നുണ്ടോ, പറഞ്ഞത് ന്യൂസിലൊക്കെ കേട്ടത് കേട്ടോ, കണ്ടത് ഓർക്കുന്നുണ്ട് ഞാൻ പറയില്ല. നേരിട്ട് വിഷ്വലൈസ് ചെയ്തപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ വിഷ്വലൈസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരിക്കും. ഫസ്റ്റ് എന്താ കാണിക്കുന്നത്, വി സീ ദാറ്റ് ദ വേവ്സ് ഓർ ദ സീ റിട്രീറ്റ്സ്, റിസീഡ്സ്, പിന്നോട്ടൊന്ന് വലിയും, എന്നിട്ട് കംപ്ലീറ്റ് ഇതെടുത്തിട്ട് സ്ട്രെങ്ത് എടുത്ത് പുഷ് ചെയ്യും ഇങ്ങോട്ടേക്ക്. വേവ്സ് അല്ലേ ആ സാധനം, ആ റിട്രീറ്റ്, ആ ഒരു വാക്ക് ഈ സുനാമി പറയുന്ന സമയത്ത് ഒരുപാട് വട്ടം യൂസ് ചെയ്താ, റിട്രീറ്റ് ആൻഡ് റിസീഡ്. ഓക്കെ, റിസെഷൻ, അതാണ് റിസീഡിന്റെ റിസെഷൻ എന്ന നൗൺ വന്നേക്കണേ, ശ്രദ്ധിച്ചോണം. സോ റിട്രീറ്റ് ആൻഡ് റിസീഡ്, റിസെഷൻ എന്ന വാക്ക്. ആന്റണി നോക്കുക, അഡ്വാൻസ്. അഡ്വാൻസ് നൗണായിട്ട് വേർബായിട്ട് പറയും കേട്ടോ, അത് വേറെ കാര്യം. നൗണായിട്ട് വേർബായിട്ട് 2 മീനിങ്ങും ഉണ്ട്, രണ്ടിനും ഉണ്ട്, വേർബായിട്ട് നൗണായിട്ട് സെയിമാ. കൺഫ്രണ്ടേഷൻ, അതുകൊണ്ട് തന്നെ കൺഫ്രണ്ട്, നമ്മൾ റിട്രീറ്റ് ചെയ്യുമ്പോൾ വിഡ്രോ ചെയ്ത് പോവുക ചെയ്യുന്നത്, നമ്മൾ ഒരാളെ അഭിമുഖീകരിക്കുന്നില്ല, എൻകൗണ്ടർ ചെയ്യുന്നില്ല, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. എൻകൗണ്ടർ, കൺഫ്രണ്ടേഷൻ, അഡ്വാൻസ് എന്നൊക്കെ പറയാം.
അപ്പൊ verb ആയിട്ട് പറയുമ്പോൾ കൺഫ്രണ്ട് ചെയ്യുക, ഫേസ് ചെയ്യുക, റിമെയിൻ ചെയ്യുക, അവിടെ നിൽക്കുക, റിമെയിൻ ചെയ്യുക അല്ലെ, ഡെയർ ചെയ്യുക, ചാലഞ്ച് ചെയ്യുക. ഡെയർ ചെയ്യുമ്പോൾ വാട്ട് യു ഡു, യു ഡോണ്ട് വിഡ്രോ ഫ്രം എ പ്ലേസ് ഓർ യു ഡോണ്ട് റിട്ടയർ ഫ്രം എ പ്ലേസ്, ഇൻസ്റ്റെഡ് വാട്ട് യു ഡു, യു ഡോണ്ട് ഫ്ലീ ഫ്രം എ പ്ലേസ്, ഇൻസ്റ്റെഡ് വി ഡെയർ എ പേഴ്സൺ. ഹൗ ഡെയർ യു, ചാലഞ്ച് ചെയ്യില്ല സാധനം. ഓക്കെ, അതാണ് ഡെയർ. സോ ദ ഫ്രഞ്ച് റിട്രീറ്റഡ് ഇൻ ഡിസറേ അല്ലെ, ഡിസറേ എന്ന് ഓർഗനൈസ് ആയിട്ടുള്ള ഡിസോർഗനൈസേഷൻ കേട്ടോ, ഭയങ്കര ഡിസോർഡർ. ഡിസറേക്ക് അർത്ഥം ഡിസറേ വെർബും ഉണ്ട്, ഡിസറേ നൗണും ഉണ്ട്. ഡിസറേ എന്ന് പറഞ്ഞാൽ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ കേട്ടോ, ഒരു ഓർഡർ ഇല്ലാതെ അവരെന്ത് ചെയ്തു, റിട്രീറ്റ്, ചിന്നിച്ചിതറി ഓട്ടം തുടങ്ങി, റിട്രീറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ദ ഫ്രഞ്ച് റിട്രീറ്റഡ് ഇൻ ഡിസറേ. ഓക്കെ, അവിടെ ഫ്രഞ്ച്, പീപ്പിൾ ഓഫ് ഫ്രഞ്ച്, അതാണ് ഫ്രാൻസ്, പീപ്പിൾ ഓഫ് ഫ്രാൻസ്, അതാണ് ദ ഫ്രഞ്ച് അല്ലെ. നമ്മൾ പറയാറില്ലേ, ദ ഇട്ടിട്ട് ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഇട്ട് കൊടുത്ത് ഉറപ്പിച്ചു, അതെന്തായിരിക്കും, എ കമ്മ്യൂണിറ്റി. വി ആർ ടോക്കിംഗ് അബൌട്ട് എ കമ്മ്യൂണിറ്റി. ദ ഫ്രഞ്ച്, ദ യങ്, ദ old, the English, the British, the Chinese, the Indians. അവിടെ പിന്നെ പ്ലൂറൽ വരും. ഇവിടെ വരുമ്പോൾ ഈ വാക്കുകൾക്കൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സോ ദ യങ്, ദ റിച്ച്, ദ പവർഫുൾ, ദ ബ്ലൈൻഡ്, ദ പൂർ ഒക്കെ പറയാം, അതൊക്കെയാണ് കമ്മ്യൂണിറ്റി. സോ ഹിസ് റിട്രീറ്റ് ഫ്രം ദ കൗൺസിൽ വാസ് അൺഎക്സ്പെക്ടഡ്. അത് വെർബ് ഫോർമുലേഷൻ അല്ല, നൗൺ ഫോർമുലേഷൻ. എക്സാമ്പിൾ. അപ്പൊ അതും ക്ലിയർ. ഇനി അടുത്തതിലോട്ട് നോക്കാം, നിങ്ങളുടെ കുറച്ച് സെന്റൻസസ്. ഓക്കെ, സി കുറെ സെന്റൻസ് ഉണ്ടല്ലോ, ഞാൻ വായിക്കാൻ വിട്ടു അല്ലേ. ഇവിടെ വരെ എക്സാമിന്റെ കാര്യം പറഞ്ഞ് നിർത്തിയതല്ലേ നമ്മള്. ഓക്കെ, okay. After election results were announced, there was a sharp dent in the stock market. All right. But after വന്നിട്ടുണ്ടല്ലേ, ആഫ്റ്റർ വന്നുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം വേണം, അത് ഗ്രാമർ തെറ്റ് എന്ന് വരിക. ആഫ്റ്റർ ഇലക്ഷൻ റിസൾട്ട്സ് ഹാഡ് ബീൻ അനൗൺസ്ഡ്, അങ്ങനെ വേണ്ട കൊടുക്കാൻ. ദർ വാസ് എ ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു, അനൗൺസ് ചെയ്തു, അത് ഫസ്റ്റ് സംഭവിച്ചു. അതിനുശേഷമല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് വന്നേ, ഒരുമിച്ചല്ലല്ലോ, സ്പോണ്ടേനിയസ് അല്ല. അതുകൊണ്ടല്ലേ നീ ആഫ്റ്റർ എന്ന് കൊടുത്തേക്കണേ. ആഫ്റ്റർ കൊടുക്കുമ്പോൾ ഒരെണ്ണം മുമ്പും ഒരെണ്ണം പിൻപും അല്ലേ. അപ്പോൾ ശ്യാമ എങ്ങനെ വരണം, ആഫ്റ്റർ ദി ഇലക്ഷൻ റിസൾട്ട്സ് had been announced, there was a sharp dent in the stock market എന്ന് കൊടുക്കുക. Jake fell in a tent when chasing a rabbit. Okay, that's great. Owing to the financial crisis of the country, salary of the government employees was dented. All right, reduced. Depression in rain and moisture resulted in major heat wave in the country. All right, he fell into a den ആണോ ഉദ്ദേശിച്ചത്? ഡെൻ, മറ്റേ ഡെൻ ആണെങ്കിൽ നമ്മുടെ ഡെൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുലിമടയിലോട്ട് വീണു എന്നാണോ പറയുന്നത് നീ? അല്ലല്ലോ, ഡെന്റ് അല്ലേ, കുഴി എന്നല്ല നീ ഉദ്ദേശിച്ചത്. ഡെന്റ് വെൻ ഹി വാസ് റണ്ണിങ് ടു ദ സ്റ്റേഷൻ. ഡെന്റ്. ദ ഡെന്റ് ഇൻ ദ ഡോർ was caused by an accident. All right. The dented rainfall led to famine. All right. Led to, led ആണ്, past tense അല്ലേ അശ്വിനി? led LED ആണ്, LED led ആണ്. മറ്റേ ലെഡ് ഇല്ലേ, നമ്മൾ നൗൺ ആയിട്ട് ലെഡ് പറയുന്ന ലെഡ് LED ലെഡ് ആണ്. പക്ഷെ വേർബ് ലെഡ് ഇല്ലേ, ലീഡ് ചെയ്യുകയാണ്. ഇത് ലീഡ് നമ്മൾ റെയിൻഫോളിന്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല, റെയിൻഫോൾ സിംഗുലർ അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കാം, ഡെൻഡഡ് റെയിൻഫോൾ ലീഡ്സ്, ഒന്നെങ്കിൽ ഇതിലൂടെ എസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഇട്ട് LED പാസ്റ്റ് ടെൻസ് ഇട്ട് കൊടുക്കുക, ലെഡ് ടു ഫാമിൻ എന്ന് കൊടുക്കുക കേട്ടോ അശ്വിനി. ഏതോ അല്ലോ ഒന്ന്, സിംഗുലർ ആണ് സബ്ജക്റ്റിൽ ഉറപ്പായിട്ട് സിംഗുലർ വേർബ്. ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് എല്ലാവരുടെയും കോൺകോഡ് നേരത്തെ പിടിച്ച് തെറ്റിലാണ്. ദ ജോബ് ഓഫ് ദ ഡെന്റിസ്റ്റ് ഈസ് ടു ഫിക്സ് ഡെൻസ്. അതെ, കുഴി അടയ്ക്കലല്ലേ, എന്താ പറയുക, കാവിറ്റീസ് അടയ്ക്കലല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിസ്ക്രിപ്റ്റീവിന്റെ പ്രാക്ടീസ് സെഷൻ എങ്ങനെയാണോ? ഡിസ്ക്രിപ്റ്റീവിന്റെ പ്രാക്ടീസ് സെഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കണ്ടിട്ടില്ലെങ്കിൽ കാണണേ. നമ്മൾ എസ്സേയുടെ പ്രാക്ടീസ് സെഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ അതുപോലെ നമ്മൾ പ്രേസിയുടെ പ്രാക്ടീസ് സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. റീഡിംഗ് കോമ്പിനേഷൻ്റെ നമ്മൾ പ്രാക്ടീസ് സെഷൻ എന്താ രണ്ടെണ്ണം അല്ല ഒരെണ്ണം ചെയ്തു കഴിഞ്ഞ ദിവസം, അത് ഞാൻ പറയാം. ഇനി റീഡിംഗ് കോമ്പിനേഷൻ നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവ്. റീഡിംഗ് കോമ്പിനേഷൻ കംപ്ലീറ്റ്ലി പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻ ഒന്നുകൂടി തരും. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ എല്ലാ റീഡിംഗ് കോമ്പിനേഷനും കഴിഞ്ഞ് കഴിയുമ്പോൾ എഡിറ്റോറിയൽ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻ തരും. അത് എസ്സേക്കും തരും, പ്രേസിക്ക് തരും, ഇതും തരും. അത് കേട്ടോ, ഇപ്പം അതിനെപ്പറ്റി കൺഫ്യൂഷൻ ആവണ്ട നിങ്ങൾ, അത് നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് തരും കേട്ടോ, ആ കാര്യം നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തോണേ. കാര്യം എസ്സേ പഠിപ്പിച്ച് കഴിഞ്ഞു, പ്രേസി പഠിപ്പിച്ച് കഴിഞ്ഞു, റീഡിംഗ് കോമ്പറ്റീഷൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു, നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ പ്രാക്ടീസ് അത് ഗോ ഓൺ ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കരുത്. ദാറ്റ്സ് എ സെൽഫ് പ്രിപ്പറേഷൻ മോഡാണ്. നമ്മൾ വൺസ് യു ലേൺ ഇറ്റ്
ഗോ പ്രാക്ടീസ് ഇറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. ഡെയിലി പ്രാക്ടീസ് ചെയ്തോളാം, ഒന്നെങ്കിലും ഡെയിലി ചെയ്തോളാം കേട്ടോ. ദ മൺസൂൺ വിൽ റിട്രീറ്റ് സൂൺ. ഗ്രേറ്റ്. The retreat of the monsoon can be expected by the end of this month, this week. Yes. Sudden retreat of monsoon affected agriculture this year. Yes. Enough treatment must be given to Israel for its enough treatment ഇസ്രായേലിന് കൊടുക്കണം, എന്നാൽ ഇസ്രായേലൈറ്റ്സിന് കൊടുക്കണം, ആൾക്കാർക്ക് കേട്ടോ. Enough treatment must be given to the Israelites for its retreat from the occupied territories of Palestine. ഓ, അപ്പം ഇസ്രായേൽ അതി കൊടുത്തു, ഇസ്രായേലൈറ്റ്സ് അല്ല. യാ, നീ ഉദ്ദേശിച്ച ഇസ്രായേൽ മനസ്സിലായി, ഈ ട്രീറ്റ്മെന്റ് എന്താന്ന്. ഓക്കെ, ആ ഇസ്രായേലിന്റെ ഐ ക്യാപിറ്റൽ കൊടുക്കണേ, മറക്കല്ലേ. His withdrawal from the competition was a great shock to everyone. All right. When children are playing in the playground, there was a അല്ലല്ല, when children were അല്ലേ, അതിൽ രണ്ട് കാര്യം പറയും സൈമിൾട്ടേനിയസ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പാസ്റ്റ് ടെൻസ് കൊടുക്കണേ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കുക. When children were playing in the ground, there was a big tent. Okay. റെനജ് പറയാം, ഓഫ് കോഴ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, റെനജ് ഇതിന്റെ സിനിമയായിട്ട് പറയാം, അതല്ല ഉദ്ദേശിച്ചേ. ആർമി റിട്രീറ്റഡ് ഫ്രം ദ ഓപ്പറേഷൻ ടുവേർഡ്സ് ദ ടെററിസ്റ്റ്. ഗ്രേറ്റ്. റിട്രീറ്റ് ഓഫ് സി എന്നാണോ പറയാ? എന്താ റിട്രീറ്റ് ഓഫ് സി എന്നാണോ പറയാന്ന് ചോദിച്ചേ? സീസ് റിട്രീറ്റ് എന്ന് പറയില്ല, കാരണം സീസ് നമ്മൾ ഇതാണ് പറയുന്നത്. സി ഒരു മറ്റേ ഓതേഴ്സ് ഒക്കെ ഇല്ലേ, എഴുത്തുകാർക്ക് പറയാട്ടോ. സണ്ണിന്റെ ഗ്ലെയർ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ജീവനുള്ള വസ്തുക്കളായിട്ട് യു ക്യാൻ പേഴ്സോണിഫൈ ദം വെൻ യു ആർ എൻ ഓതർ, ഓതറായിട്ട്. പക്ഷെ നിങ്ങൾ ഓതർ അല്ലല്ലോ. പോയിറ്റിനും ഓതേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, അതിനെ പേഴ്സണിഫൈ ചെയ്തിട്ട് അപ്പസ്ട്രോഫേസ് ഇട്ട് കൊടുക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഈ പറഞ്ഞ സിക്ക് ജീവനുള്ള സാധനമായിട്ട് നമ്മൾ കൂട്ടാറില്ല. സോ റിട്രീറ്റ് ഓഫ് സി എന്ന് പറയാം, അതല്ല ഉദ്ദേശിച്ചേ. ദ വിഡ്രോവൽ ഓഫ് മൈ മണി സർപ്രൈസ് ദി ബാങ്ക് മാനേജർ. ഓൾ റൈറ്റ്. മിസ്റ്റർ ജോൺസ് റിട്രീറ്റഡ് ആൻഡ് വെന്റ് ടു എക്സൈൽ. റിട്രീറ്റ് സ്പെല്ലിംഗ് നോക്കിയാൽ ഗംഗ, RETREAT of oceans, ocean sea unde, may be an indicator of tsunami. All right. He quickly retreated from the crowd. All right. She nila, she singular, retreated, that retreats അല്ലെങ്കിൽ retreated കൊടുക്കണം. past tense ആണെങ്കിൽ retreated കൊടുക്കുക, അല്ലെങ്കിൽ retreats കൊടുക്കൂ, singular കൊടുക്കൂ. why? തിരിച്ചു വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണേ. ഓക്കെ, പെട്ടെന്ന് സെൻസ് ഒക്കെ വായിച്ച് നമുക്ക് നിർത്താം. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം. ഇപ്പം എനിക്കൊന്ന് ഞാൻ വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അതിലിട്ട് വരാം കേട്ടോ. ഇനി ഈ സമയം കളയുന്നില്ല. പറഞ്ഞു വന്നതിൽ ഞാൻ ഇതിൽ എവിടെയായിരുന്നേ? ഷീ റിട്രീറ്റ്സ് ദ നോമിനേഷൻ ഓർ റിട്രീറ്റഡ് ദ നോമിനേഷൻ കേട്ടോ. കാര്യം ഷീ റിട്രീറ്റഡ് കൊടുക്കാൻ കാരണം പാസ്റ്റ് ടെൻസ് ഫോർമുലേഷൻ ആയതുകൊണ്ട്. ആഫ്റ്റർ ഷീ ഗെറ്റ് എ ത്രെറ്റനോ, ഗെറ്റ് എങ്ങനെ വരും? ഷീ സബ്ജക്റ്റിൻ്റെ കൂടെ എങ്ങനെ പ്ലൂരിൽ വരിക? റിട്രീറ്റും ഗെറ്റും തെറ്റല്ലേ? അപ്പം ഇങ്ങനെ കൊടുക്കുക, ഷീ റിട്രീറ്റഡ് ദ നോമിനേഷൻ ആഫ്റ്റർ ഷീ ഹാഡ് ഗോട്ട് എ ത്രെറ്റനിങ് അല്ല, എന്ത് കൊടുക്കണം? ത്രെറ്റ്, ഭീഷണി, ത്രെറ്റ് ആണ്. ത്രെറ്റൻ ചെയ്യുക വെർബ, ത്രെറ്റ് ഫ്രം ദി ഓപ്പോസിറ്റ് പാർട്ടി കേട്ടോ. ആഫ്റ്റർ ഷീ ഹാഡ് ഗോട്ട്, ആഫ്റ്റർ കൊടുത്തോണ്ടാണ് ആഫ്റ്റർ ഷീ ഹാഡ് ഗോട്ട്. അവൾക്കൊരു ഇത് കിട്ടിയപ്പം എന്ത് ചെയ്തു എന്നുള്ളത്, ഷീ റിട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ത്രെറ്റ് കിട്ടിയ ആദ്യം, അതുകൊണ്ട് റിട്രീറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഷീ റിട്രീറ്റഡ് നോമിനേഷൻ ആഫ്റ്റർ ഷീ ഹാഡ് ഗോട്ട് എ ത്രെറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് പാർട്ടി കേട്ടോ. നൗഡേയ്സ് പീപ്പിൾ റിട്രീറ്റ് ഫ്രം സീക്കിംഗ് ജോബ്സ് ഇൻ സ്റ്റാർട്ട് സ്മോൾ ബിസിനസ് ആണ് ഇപ്പം അങ്ങനെയാണ് ചെയ്യാറ്. ബിസിനസ്സസ്, യെസ്, ബിസിനസ്സും കറക്റ്റ് ആണ്. എംപ്ലോയർ റിട്രീറ്റ് ഫ്രം ദ കമ്പനി, ആതിര എംപ്ലോയർ സിംഗുലർ ആണ്, വെർബ് സിംഗുലർ കൊടുക്കുക. റിട്രീറ്റ്സ് ഫ്രം ദ കമ്പനി ഫോർ നോട്ട് പേയിങ് ഹിസ് ഡെയിലി വേജസ്, അല്ലെങ്കിൽ റിട്രീറ്റഡ് എന്ന പാസ്റ്റ് കൊടുക്കണമായിരുന്നു കേട്ടോ.
ഓൺ പ്രാക്ടീസിന് ഓൺലൈനിൽ ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വന്നു ഡ്യൂ ടു യൂണിവേഴ്സിറ്റി എക്സാം എന്നാണ് ഒരു ട്രാക്കിൽ നിന്ന് വിട്ടുപോയി. ഓൺലൈനിൽ ക്വസ്റ്റ്യൻസ് എടുക്കാന്നല്ല, ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ പാർവതി തന്നിട്ടുണ്ട്. പാർവതി അത് പോയി നോക്കാം, ആ ക്വസ്റ്റ്യൻസ് നോക്കാം. അതല്ലാതെ ഡെയിലി ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഡെയിലി വിജിലന്റ് ആയിരിക്കുക. ഇപ്പോൾ ഉള്ള ന്യൂസ് വെച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം കേട്ടോ. ഓൺലൈനിൽ ക്വസ്റ്റ്യൻ എടുക്കുക അങ്ങനെ ഒരിക്കലും പഠിക്കല്ലേ. ഓൺലൈൻ ചോദിച്ചൊരു ചോദ്യം ഒന്നും അല്ല. ഹൈക്കോർട്ട് ബാങ്ക് എക്സാം പോലെ SSC എക്സാം പോലെ അല്ല SSA ക്വസ്റ്റ്യൻസ് ഇടുക കേട്ടോ. SSA ക്വസ്റ്റ്യൻസോ ഇങ്ങനത്തെ ഉള്ള പ്രീസിയൊക്കെ ഇടുന്നത് എങ്ങനെയാ വെച്ചാൽ ബേസ്ഡ് ഓൺ ഇപ്പോഴത്തെ ആർട്ടിക്കിൾസ്. അതാണ്. ഡോണ്ട് ഗോ ഫോർ പഴയ ആർട്ടിക്കിൾസ് ഒക്കെ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും പഴയത് എടുത്തോളൂ. അപ്പോൾ അല്ലാതെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക. എപ്പോഴും എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾ വെച്ചിട്ട് പഠിച്ചോളൂ കേട്ടോ. പ്രോബ്ലം എസ്സേ ടോപ്പിക്സ് തരുമോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദീപ. നമ്മുടെ എസ്സേ ചാപ്റ്ററിൽ റെക്കോർഡിംഗ് പോയി കാണണേ. എൻവയൺമെന്റൽ എക്സ്പ്ലോയിറ്റേഷൻ ക്രിയേറ്റഡ് ഡെന്റ് ഇൻ ഓസോൺ ലെയർ. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഇനി സെന്റൻസ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കൺക്ലൂഡ് ചെയ്ത് അത് വായിച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കുറേ ഇതൊക്കെ കേട്ടോ. അത് നിങ്ങൾ ഇതൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുവേ. എസ്സേ നോക്കാത്തവർ എസ്സേ കൃത്യമായിട്ട് ചാപ്റ്റർ നോക്കുക. എസ്സേയുടെ പ്രാക്ടീസ് എഡിറ്റോറിയൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു സെഷൻ. എഡിറ്റോറിയലിൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ബാക്കി അല്ലാതെയും നമ്മൾ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പ്രേസി കഴിഞ്ഞു, പ്രേസിയുടെ പ്രാക്ടീസ് കഴിഞ്ഞു, പ്രേസിയുടെ എഡിറ്റോറിയൽ പ്രാക്ടീസ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. അത് കഴിഞ്ഞ് അത് റെക്കോർഡ് കാണാം. നമ്മൾ റീഡിംഗ് കോമ്പിനേഷൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് എഡിറ്റോറിയൽ പ്രാക്ടീസ് ഞാൻ അടുത്ത ദിവസം തരാമെന്ന് ഞാൻ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? അപ്പോൾ അതുപോലെ നമ്മൾ റീഡിംഗ് കോമ്പിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് വരണം എന്ന് പറഞ്ഞു അല്ലേ. 2 ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. ആൻഡ് ദെൻ വിൽ ഡു ആൻ എഡിറ്റോറിയൽ പ്രാക്ടീസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് ബാക്കിയുള്ള ഗ്രാമർ പാർട്ട് വേഗം തീർക്കുക. ആൻഡ് നിങ്ങൾക്ക് എഡിറ്റോറിയലിൻ്റെ എന്താ പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ട് ഞാൻ തരാമെന്നുള്ളതാണ്. വീക്ക്ലി വൺസ് വെച്ച് തരാമെന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ അത് ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ സ്റ്റക്കായി വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. അവിടെ വീണ്ടും ക്ലാസ് അല്ല അവിടെ നോക്കേണ്ടത്. വീണ്ടും ഒരു ക്ലാസ് ഇട്ടിട്ട് കാര്യമില്ല. ആ ഉള്ള ക്ലാസ് നിങ്ങൾ നോക്കുക കേട്ടോ. അതാണ് ഇവിടുത്തെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവറി വൺ. അപ്പോൾ സി യു നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ അല്ല, ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് കേട്ടോ. നന്നായിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. പിന്നെ പുറത്തൊക്കെ പോവുക, ഫുഡൊക്കെ കഴിക്കുക, ഒന്ന് റിഫ്രഷ്ഡ് ആവുക. ആൻഡ് നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ, ടേക്ക് കെയർ.